ഹായ്, പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം വരെയാണല്ലേ? ടെൻഷനുണ്ടോ? എന്നാൽ ഇനി അത് വേണ്ട. നിങ്ങളുടെ പ്ലസ് വൺ പരീക്ഷ എളുപ്പമാക്കുവാൻ നിങ്ങളോടൊപ്പമുണ്ട് സ്പാർക്ക് ബോധി. പ്ലസ് വണ്ണിലെ ഒരു വിഷയത്തിന്റെ മുഴുവൻ പാഠഭാഗങ്ങളും വെറും 4 മണിക്കൂറുകൾ കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദ്യ മാതൃകകൾ. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എളുപ്പമാക്കുവാൻ 15 മുതൽ 23 തീയതി വരെ സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഒരു ഉത്തമ വഴികാട്ടി സ്പാർക്ക് ബോധി മാരത്തോൺ. ഹായ് ഫ്രണ്ട്സ്, സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ രണ്ടാമത്തെ ഭാഗമായി ഫിസിക്സ് ക്ലാസ് ആണ് ഇന്ന് നടത്തുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക്, പവർ ആൻഡ് എനർജി. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നും 5 to 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സുകളാണ്.
സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ നോക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ മോഷൻ ഇൻ എ പ്ലെയിനിലെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിന് എടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the vectors having zero magnitude or called dash. വെക്ടേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് വെക്ടേഴ്സിൽ 4 to 5 ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്. ഈക്വൽ വെക്ടേഴ്സ്, നെഗറ്റീവ് വെക്ടേഴ്സ്, മോഡുലസ് വെക്ടർ, യൂണിറ്റ് വെക്ടേഴ്സ് ആൻഡ് നൾ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടർ എന്ന് വെച്ചാൽ 2 വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. രണ്ട് വെക്ടേഴ്സിന് സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ആണെങ്കിൽ അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. നെഗറ്റീവ് വെക്ടർ മീൻസ് 2 വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അവയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും ബട്ട് ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് മോഡുലസ് ഓഫ് എ വെക്ടർ. മോഡുലസ് മീൻസ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആ വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് modulus of a vector. Another one is unit vectors. The vector having unit magnitude and represented a specified direction. Direction represent the vectors നമുക്ക് എന്ത് പറയാം? Unit vectors എന്ന് പറയാം. The another one is called null vector or zero vector. Null vector means vector having zero magnitude and arbitrary direction. ഒരു വെക്ടർ എടുക്കുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് കാണത്തില്ല, സീറോ ആയിരിക്കും, ബട്ട് സാങ്കല്പിക ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? നൾ വെക്ടർ ഓർ സീറോ വെക്ടർ എന്ന് പറയാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the vectors having zero magnitude. മാഗ്നിറ്റ്യൂഡ് സീറോ ആണെങ്കിൽ അങ്ങനെയുള്ള വെക്ടേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടേഴ്സ് എന്ന് പറയാം. സീറോ ഓർ നൾ വെക്ടേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് the angle between vector A equal to I cap plus J cap and vector B equal to I cap minus J cap is. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ, വെക്ടർ എയും വെക്ടർ ബിയും. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ആംഗിൾ കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഫോർം എന്താണ്? വെക്ടർ എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ ബി കോസ് തീറ്റ. ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോർം എന്താണ്? വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. From the given formula, what is cos theta? Cos theta is equal to vector A dot vector B divided by modulus of vector A into modulus of vector B. A dot B. രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. That is cos theta is equal to, what is say here? Ik plus jk. Ik plus jk dot vector B. ഇതാണ് വെക്ടർ B. Ik minus jk divided by modulus of vector A into modulus of vector B. എയുടെ മോഡുലസ് നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? റൂട്ട് ഓഫ് യൂണിറ്റ് വെക്ടർ ഐയുടെ മോഡുലസ് എത്രയാണ്? 1 ന്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ജെയുടെ മോഡുലസ് എത്രയാണ്? ദാറ്റ് ഈസ് ആൾസോ 1 സ്ക്വയർ ഇൻറ്റു വെക്ടർ ബിയുടെ മോഡുലസ്. വെക്ടർ ബിയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? ഐ കേപ്പ് മൈനസ് ജെ കേപ്പ് എന്നാണ്. ഐ കേപ്പിയുടെ വാല്യൂ എന്താണ്? 1 സ്ക്വയർ പ്ലസ് ജെ കേപ്പ് ഈസ് -1 ഹിയർ, ദാറ്റ് ഈസ് -1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ ഡോട്ട് ഐ. ഐ ഡോട്ട് ഐ ഈക്വൽ ടു എത്രയാ? 1. അറിയാം, പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഐ ഡോട്ട് ഐ ഈക്വൽ ടു എത്രയാ? 1. Then ജെ ഡോട്ട് മൈനസ് ജെ. ജെ ഡോട്ട് ജെ ഒന്നാണ്, ഇവിടെ മൈനസ് അവിടെ ഉണ്ട്. സോ ജെ ഡോട്ട് മൈനസ് ജെ ദാറ്റ് ഈസ് -1. -1 divided by root 2 into root 2. That's equal to cos theta equal to എഴുതാം. cos theta equal to 1 minus 1 0 divided by then root 2 into root 2. That's equal to 0. Cos theta equal to 0. What is theta? Cos 0 ആണെങ്കിൽ theta എത്ര ആവണം? theta equal to 90 ആവണം. 90. So what's our answer?
തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. Then third question. A ball is dropped through the window of a train traveling with high velocity to a man standing near the track. The ball options are falls down vertically, moves straight horizontally, follows an elliptical path, follows a parabolic path. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ ബോൾ ഈസ് ഡ്രോപ്പ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ. അപ്പോൾ ഒരു ട്രെയിനിന്റെ അകത്തു നിന്ന് ഒരു ബോൾ പുറത്തേക്ക് എറിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോൾ ഉണ്ടായിരിക്കുന്ന പാത്ത് എങ്ങനെയുള്ള പാത്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യുന്നത് പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണ്? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് വെച്ചാൽ an object moves into space with some initial velocity, thereafter moves under the influence of gravity alone. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു മോഷൻ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയാം. സപ്പോസ് an object is moves with some velocity is taken as u. അപ്പോൾ u an object moves with the initial velocity u making some angle theta with the horizontal. അപ്പോൾ horizontal ഡയറക്ഷനുമായിട്ട് ഒരു വെക്റ്റർ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണ്. സോ ദിസ് വെലോസിറ്റി ക്യാൻ ബി റിസോൾവ്ഡ് ഇൻടു 2 കമ്പോണൻസ്. എന്ത് ചെയ്യും? ഈ വെലോസിറ്റി 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ തീറ്റ ഉള്ള അതേ ഡയറക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയാം. സോ ദിസ് കമ്പോണന്റ് ഈസ് ux is equal to u cos theta. The other component is along vertical direction, that is uy is equal to u sin theta. ഇപ്പോൾ 2 കമ്പോണന്റ് ആണ്. ഒന്ന് u cos theta, another one is u sin theta. അപ്പോൾ ചോദിച്ചോ, ഒരു വെക്റ്റർ 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് വിളിക്കാം? റെസൊല്യൂഷൻസ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയാം. ഇവിടുത്തെ 2 വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ux and uy. എന്താണ് ux? ux is equal to u cos theta and uy is equal to u sin theta. Then മൂവിങ് അപ്പ്, ആ ഈ ഒബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നതും ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി യുടെ വാല്യൂ എന്ത് ചെയ്യും? ഗ്രാജുവലി കുറഞ്ഞു വരും. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് യുടെ വാല്യൂ ലെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ദെൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ux ആണ്. ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അറിയാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. ഒറ്റ കമ്പോണന്റ് മാത്രമേ ഇവിടെ വേരി ആകുന്നുള്ളൂ. അത് ഏത് കമ്പോണന്റ് ആണ്? uy. uy ഈക്വൽ ടു എത്രയാ? uy ഈക്വൽ ടു u sin theta ആണ്. സോ നെക്സ്റ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇവിടെ സെയിം ആയിരിക്കും. ഈ ഒരു വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഡിസ്റ്റൻസ് ഗ്രാജുവലി കുറയും. Throughout the motion, then this vertical component gradually decreases at the top of എന്ത് ചെയ്യും? uy equal to 0 ആയി മാറും. കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറും. Then ഇവിടെ ഒറ്റ കമ്പോണന്റ് മാത്രമേ കാണത്തുള്ളൂ. അത് ഏത് കമ്പോണന്റ് ആയിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും. That is ux is equal to then u cos theta. ഒറ്റ കമ്പോണന്റ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഈ വെക്ടേഴ്സ് 2 കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാണ്? ux is equal to u cos theta and vertical component ഏതാണ്? uy is equal to u sin theta. Throughout the motion u cos theta യുടെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ത് ചെയ്യും? ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. At the top, ഈ ടോപ്പിൽ എത്തുമ്പോൾ uy, that is vertical component equal to completely vanish ആയിട്ട് പോകും. That is equal to 0. Then ഈ ഒരു മോഷൻ then അവസാനിക്കുന്നത് ഒരു കർവ്, ഒരു പാരബോളിക് കർവ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒരു ബോൾ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെയുള്ള ഒരു പാത്ത് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ അല്ലാതെയുള്ള എല്ലാ മോഷൻ ഇങ്ങനെ മോഷൻ ആയിരിക്കും, അതൊരു പാരബോളിക് മോഷൻ ആയിരിക്കും. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സോ പാരബോളിക് പാത്ത് ഓപ്ഷൻ നമ്പർ 4 ഫോളോസ് എ പാരബോളിക് പാത്ത്. Next question, at the top of a projectile, vertical velocity of the object will be. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ടോപ്പിൽ വെർട്ടിക്കൽ വെലോസിറ്റി വാല്യൂ എന്തായിരിക്കും? at the top vertical velocity നമ്മളിപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു, vertical velocity that is uy is equal to 0. അവിടെ എന്തായി പോകും? uy യുടെ വാല്യൂ 0 ആയിട്ട് പോകും. ഏത് കമ്പോണന്റ് മാത്രമേ അവിടെ കാണത്തുള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ കാണത്തുള്ളൂ. that is ux is equal to u cos theta. ഒരൊറ്റ കമ്പോണന്റ് മാത്രമേ അവിടെ കാണത്തുള്ളൂ, that is horizontal component u cos theta. Then our answer എന്താണ്? at the top of the projectile vertical velocity the choice is vertical velocity, that is uy is equal to എന്താണ് ഇവിടെ 0. so our answer is 0. Then next question is maximum range of a projectile is 1.6 meter. then the velocity of the projectile will be. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. പ്രൊജക്റ്റിലിന്റെ വാല്യൂ the maximum range of the projectile is equal to 1.6 meter. അങ്ങനെയാണ് ഈ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഹൗ ടു ഫൈൻഡ് ദിസ് വെലോസിറ്റി? ഇപ്പോൾ ഈ പ്രൊജക്ടൈൽ മോഷനിൽ 3 എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നത്: മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ? h is equal to u square sin square theta divided by 2g. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. h is equal to u square sin square theta by 2g. then time of flight ആണെങ്കിൽ time of flight t. ഒരു പ്രൊജക്ടൈൽ മോഷനിൽ time of flight കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ t equal to 2u sin theta divided by g. 2u sin theta by g. അങ്ങനെ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് r is equal to u square sin 2 theta divided by g. ഈ 3 ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. എക്സാമിന് മാറി ചോദിക്കുന്നതാണിത്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. മാക്സിമം ഹൈറ്റ് ആണ് എന്താണ് ഫോർമുല? h is equal to u square sin square theta by 2g. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിൽ 2u sin theta by g. ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിൽ r equal to u square sin 2 theta by g. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, റേഞ്ച് ആണ്. ക്വസ്റ്റ്യൻ റേഞ്ച് എന്നുണ്ട്. മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എത്രയാണത്? 1.6 മീറ്റർ മാക്സിമം റേഞ്ച് ആണ്. അങ്ങനെയാണ് ഈ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. So we can use this formula. Range formula use ചെയ്യാം. r equal to എന്താണ് ഫോർമുല? r equal to u square sin 2 theta divided by g. ഈ ഫോർമുല യൂസ് ചെയ്യാം അല്ലേ? r is equal to u square sin 2 theta by g എന്നാണ്. ഇവിടെ പറയുന്നത് മാക്സിമം റേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം റേഞ്ച്. ഈ മാക്സിമം റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴാണ് റേഞ്ച് മാക്സിമം ആകുന്നത്? റേഞ്ച് മാക്സിമം ആകണമെങ്കിൽ ഈ സൈൻ ഫംഗ്ഷൻ എന്താവണം? മാക്സിമം ആവണം അല്ലേ? അപ്പോൾ സൈൻ ഫംഗ്ഷൻ മാക്സിമം ആയാലും എന്ത് മാക്സിമം ആവും? റേഞ്ച് മാക്സിമം ആവും. സോ ദിസ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 1, സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ r എന്താവും? മാക്സിമം ആയിട്ട് മാറും. മാക്സിമം റേഞ്ച് ഈസ് ഈക്വൽ ടു u സ്ക്വയർ ബൈ g എന്ന് എഴുതാം അല്ലേ? മാക്സിമം റേഞ്ച് ഈസ് ഈക്വൽ ടു u സ്ക്വയർ ബൈ g. ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r max എന്താണ് വാല്യൂ? 1.6. 1.6 is equal to u square divided by g യുടെ വാല്യൂ. എന്താണ് g യുടെ വാല്യൂ? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് g is equal to 10 meter per second square എന്നാണ്. സോ u square by 10. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഇവിടുത്തെ വെലോസിറ്റി ആണ്. സോ ഫ്രം ദിസ് ഗിവൺ ഫോർമുല വാട്ട്സ് വെലോസിറ്റി? therefore u square is equal to ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. 1.6 into 10 എത്രയാ? 1.6 into 10 equal to 16. This is u square. U square is equal to 16. അങ്ങനെയെങ്കിൽ what is u? u is equal to root 16. root 16 ഒക്കെ എന്ത് എഴുതാം? പ്ലസ് ഓ മൈനസ് 4 എന്ന് എഴുതാം. നമുക്ക് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ? 4 meter per second. റേഞ്ച് 1.6 മീറ്റർ ആകുമ്പോൾ നമുക്ക് വെലോസിറ്റി എത്ര കിട്ടി? വെലോസിറ്റി u is equal to 4 meter per second. Okay, 4 meter per second. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Next question, the process of splitting up of a vector into desired direction is called dash.
ഒരു വെക്ടേഴ്സ് അതിന്റെ കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് വിളിക്കാം? റെസൊല്യൂഷൻസ് ഓഫ് വെക്ടേഴ്സ്. തൊട്ട് മുന്നേ പ്രൊജക്റ്റിൽ നോക്കിയായിരുന്നു അല്ലേ? യു എന്ന വെക്ടർ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. അതുപോലെ ജനറലി നമുക്ക് എന്ത് പറയാം? ഏതെങ്കിലും ഒരു വെക്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ രണ്ട് കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. സോ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് റെസൊല്യൂഷൻസ് ഓഫ് വെക്ടേഴ്സ്. ആ ഒരു പ്രോസസ് നമുക്ക് എന്ത് വിളിക്കാം? റെസൊല്യൂഷൻസ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, then next, modulus of vector a plus b equal to modulus of vector a minus vector b. What is the angle between a vector and b vector? ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് a plus b equal to a minus b ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെക്ടർ പഠിക്കുമ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്, ഇപ്പോൾ a and b, വെക്ടർ a and വെക്ടർ b, ഇത് രണ്ട് ടു വെക്ടേഴ്സ് ആണെങ്കിൽ ഇവയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യും. ഏത് ഫോർമുല? That is r is equal to root of a square plus b square plus 2ab cos theta. Resultant of two vectors. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? r is equal to root of a square plus b square plus 2ab cos theta എന്നാണ്. ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. അങ്ങനെയാണെങ്കിൽ ഹൗ ടു അങ്ങനെയാണെങ്കിൽ ഈ മോഡുലസ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ പ്ലസ് ബി, ദിസ് എ പ്ലസ് ബി ക്യാൻ ബി written as root of a square plus b vector b square plus then 2ab cos theta. 2ab cos theta is equal to modulus of a minus b. Modulus of a minus b എഴുതാം. സെയിം ഫോർമുല തന്നെയാണ്. root of a square plus b square, ഇത് മൈനസ് കൊടുക്കണം അല്ലേ? ഇപ്പൊ എന്തായി മാറും? മൈനസ് 2ab cos theta. രണ്ട് ഫോർമുല അപ്ലൈ ചെയ്തു. a plus b equal to a minus b എന്നാണ് ഫോർമുല. root of a square plus b square plus 2ab cos theta is equal to root of a square plus b square minus 2ab cos theta. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഈ റൂട്ട് അങ്ങ് റിമൂവ് ചെയ്യണം. സോ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ സ്ക്വയർ എന്ത് കിട്ടും? ഈ റൂട്ട് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് a square plus b square plus 2ab cos theta. 2ab cos theta equal to റൈറ്റ് സൈഡ് എന്തായി മാറും? a square plus b square minus 2ab cos theta. റൂട്ട് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള ടേം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ a square കട്ട് ചെയ്ത് പോകും. ഇവിടുത്തെ b square ഈ b square കട്ട് ചെയ്ത് പോകും. then 2ab cos theta equal to minus 2ab cos theta. ഈ മൈനസ് 2ab ഈക്വൽ ഇപ്പുറത്തോടെ ബന്ധമായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. സെയിം ക്വാണ്ടിറ്റി ആണ്. 2ab cos theta 2ab cos theta എന്തായിട്ട് മാറും? അത് 4ab cos theta 4ab cos theta 4ab cos theta ഈക്വൽ ടു ബാക്കി അപ്പുറത്തൊന്നും ഇരിപ്പില്ല അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ then 4ab cos theta equal to 0. ഇവിടെ വെക്ടർ എയും ഇവിടുത്തെ ബി എന്തല്ല നോട്ട് ഈക്വൽ ടു 0. they are vectors. then a is not equal to b. a equal to b is not equal to gets an issue on the way. Listen here. 4ab cos theta equal to 0. Then
എയും ബിയും ഇവിടുത്തെ 2 വെക്ടേഴ്സ് ആണ്. അതൊരിക്കലും എന്തായി മാറത്തില്ല, 0 ആയി മാറത്തില്ല. 0 ആകാൻ ചാൻസ് ഏത് മാത്രമേ ഉള്ളൂ, കോസ് ഫംഗ്ഷൻ മാത്രമേ 0 ആകാൻ ചാൻസ് ഉള്ളൂ. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. കോസ് ഫംഗ്ഷൻ 0 ആയാൽ ഈ കംപ്ലീറ്റ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഈ കോസ് ഫംഗ്ഷൻ 0 ആകണമെങ്കിൽ തീറ്റ എന്താവണം, തീറ്റ ഈക്വൽ ടു 90 ആകണം അല്ലേ. അപ്പൊ തീറ്റ 90 ആകുമ്പോൾ എന്തായി മാറും, ഈ ടേം കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ our answer is എന്താണ്, ഇവിടെ കിട്ടിയ ഉത്തരം എന്താണ്, തീറ്റ ഈക്വൽ ടു 90. Angle between A and B, the answer is 90 degree. Next question. Write the relation connecting angular speed and time period. Angular speed time period എന്നുള്ള റിലേഷൻ എന്താണ്? ഈ ടോപ്പിക് എന്ന് പറയുന്നത് സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സർക്കുലർ മോഷൻ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ യൂണിഫോം സ്പീഡ് എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. ദെൻ വെലോസിറ്റി ആണെങ്കിലോ ഓരോ പോയിന്റ് വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ സെൻട്രലോട്ട് ഫോഴ്സ് ഇൻ ആക്ടിങ് അല്ലേ, നമ്മൾ എന്ത് വിളിക്കുകയാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് എഫ്സി, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആക്സിലറേഷൻ ആണെങ്കിൽ എന്ത് പറയാം, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. സോ ഡയറക്ഷൻസ് വെലോസിറ്റി എങ്ങോട്ടായിരിക്കും, ടാൻജൻഷ്യൽ ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഈ വെലോസിറ്റി ഡയറക്ഷൻ പുറത്തോട്ടായിരിക്കും. ഇവിടെ കുറേ ടേംസ് നമ്മളോട് ആവശ്യമായ കുറേ ടേംസ് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഈസ് തീറ്റ. ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ ഒമേഗയാണ്, ഒമേഗ. ആംഗുലർ വെലോസിറ്റി ഈസ് ഒമേഗ. ഒമേഗയുടെ ഫോർമുലയാണ് ഒമേഗ ഈസ് ഈക്വൽ ടു d theta by dt. The rate of change of angular displacement is called angular velocity. Another term is angular acceleration, alpha. Angular acceleration is equal to d omega by dt. The rate of change of angular velocity is called angular acceleration. Then the next term is centripetal acceleration. Centripetal acceleration is equal to v square by r. അപ്പോൾ കുറേ ടേംസ് നോക്കി ഏതൊക്കെയാണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു d theta by dt, ആംഗുലർ ആക്സിലറേഷൻ ആൽഫ is equal to d omega by dt, then centripetal acceleration v square by r, then the relation between linear acceleration and angular acceleration a and alpha. Linear acceleration ഉം angular acceleration ഉള്ള റിലേഷൻ ആണ് a equal to r alpha, r omega, a equal to r omega. Linear velocity യും angular velocity എന്ന റിലേഷൻ ആണ്, that is v is equal to r omega. അപ്പോൾ ഇതിൽ കുറേ റിലേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്, omega equal to d theta by dt, alpha equal to d omega by dt, then centripetal acceleration v square by r, relation between linear acceleration and angular acceleration a equal to r alpha, then linear velocity angular velocity relation v equal to r omega. ഇവിടെ ചോദിച്ചു what's the relation connecting between angular speed and time period. Angular speed ഉം time period തമ്മിലുള്ള റിലേഷൻ ആണ്, that is omega equal to 2pi by t. Omega equal to എന്താണ്, omega equal to 2pi by t. The next question is write the relation connecting linear speed and angular speed. Linear speed ഉം angular speed തമ്മിലുള്ള റിലേഷൻ ഇതാണ്. linear speed ഉം angular speed ഉം v equal to r omega. ഇപ്പോൾ പറഞ്ഞതാണ് v equal to r omega. അപ്പോൾ linear speed ഉം angular speed ഉം റിലേഷൻ ആണ് v equal to r omega. Next question, which one of the following does not represent centripetal acceleration? തന്നിരിക്കുന്നതിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ടിരുന്ന ഫോർമുല ഏതാണ്? Then does not അല്ലാത്ത ഫോർമുല ചോദിച്ചിരുന്നത് does not represent centripetal acceleration. Centripetal acceleration ഫോർമുല എന്താണ്? is equal to centripetal acceleration equal to v square by r. ഇതൊരു ഫോർമുല അല്ലേ, is equal to v square by r. ഓപ്ഷനിൽ ഫസ്റ്റ് v square by r കണക്കുണ്ട്. ഇത് കറക്റ്റ് ആൻസർ ആണ്. നമ്മൾ ചോദിച്ചത് എന്താണ്, does not represent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ a equal to omega square r. ഇവിടുത്തെ v ക്ക് പകരം v is equal to r omega എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ആയിട്ട് മാറും centripetal acceleration equal to r square omega square by r എന്നായിട്ട് മാറും. ഇവിടുത്തെ r മാറും, കട്ട് ചെയ്ത പോലെ എന്ത് കിട്ടും, r omega square.
ഇതും കറക്റ്റ് ആണ് അല്ലേ? എ ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ഈ ഫോർമുലയും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, എ ഈക്വൽ ടു ഒമേഗ വി, ദെൻ എ സി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ എന്നാണ്. ആർ ഒമേഗ ഇൻറ്റു ഒമേഗ. ഇതിൽ ആർ ഒമേഗ ഈക്വൽ ടു എന്താ എഴുതാം? വി എന്ന് എഴുതാം. ആർ ഒമേഗ ഇസ് റീപ്ലേസ് ബൈ വി, ദാറ്റ് ഈസ് വി ഒമേഗ. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് ഇക്വേഷൻ ആണ് വി ഒമേഗ. അപ്പം ദസ് ഡോട്ട് റെപ്രസെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 4 A equal to omega. This is not right. Our answer is A equal to R omega. Clear? Next question. A boy throws a ball of mass 200 gram with a velocity 20 meter per second at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? ഇപ്പോൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മറ്റു ക്വസ്റ്റ്യൻ ആണിത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ mass is given. Mass is equal to 200 gram. അല്ലേ? Mass m is equal to 200 gram. Then velocity എത്രയാ? Velocity equal to 20 meter per second. Velocity equal to 20 meter per second. Then angle of projection theta is given. Theta equal to 40 degree with the horizontal. What is the kinetic energy of the ball at the highest point? ഒരു പ്രൊജക്റ്റിൽ മോഷന്റെ ഹയസ്റ്റ് പോയിന്റ് അനുഭവപ്പെടുന്ന കൈനറ്റിക് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രൊജക്റ്റിലെ ഹയസ്റ്റ് വെലോസിറ്റി ഏതായിരിക്കും? വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആയിരിക്കും? നമ്മൾ തൊട്ട് പോയി നോക്കിയായിരുന്നു. ഒരു പ്രൊജക്റ്റിൽ മോഷന്റെ ടോപ്പ് മോസ്റ്റ് ലെവൽ അവിടെ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയി പോകും. ഏത് കമ്പോണന്റ് മാത്രമേ കാണത്തുള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. സോ അവിടുത്തെ വെലോസിറ്റി ഇക്വേഷൻ എന്തായിരിക്കും? യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ അല്ലേ? ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഏതാണ്? യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ആണ്. അവിടെ ഏത് കമ്പോണന്റ് ഇല്ല? വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ കമ്പോണന്റ് യു വൈ എന്തായി പോകും? 0 ആയിട്ട് പോകും. There is no vertical component, only horizontal component, that is Vx equal to u cos theta. നാം ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ആണ് അല്ലേ? എന്നാൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണ്, Vx സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ Vx എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? u cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് എം ഇൻറ്റു u cos theta the whole square. Then value substitute ചെയ്തേ, half into m. Mass is given. Mass is equal to how much? Mass is equal to 200 gram. So we need to convert this gram into kilogram. Kilogram to convert ചെയ്യണം അല്ലേ? How to convert gram into kilogram? By 1000 അല്ലെങ്കിൽ into 10⁻³ ഇവിടെ by 1000 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.2 kilogram കിട്ടി. This is mass. Mass is equal to 0.2 kilogram. Velocity is given in meter per second. So velocity is equal to u equal to how much? Meter per second. And theta is given 40 degree. Substitute all these values in this equation. Half into m. M is replaced by 0.2. 0.2 into u cos theta the whole square now. What is u? U is equal to what? U is equal to 20 meter per second. Substitute 20 into cos 40. Theta is equal to 40 now. Cos 40 the whole square. Then substitute calculate last one item. Last answer is 23.47 joule. Okay. Next question. A particle is projected up into the air from the point with a speed of 20 meter per second at an angle of projection 30 degree. What is the maximum height reached by it? വീണ്ടും പ്രൊജക്റ്റിൽ മറ്റൊരു പ്രോബ്ലം ആണ്. ഇത് തന്നിരിക്കുന്നത് ഒരു പ്രൊജക്റ്റിൽ മോഷനിൽ ആ ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. What is initial speed? 20 meter per second. U is given. U is equal to how much? Velocity, initial velocity equal to 20 meter per second. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? Angle of projection. Angle of projection is how much? 30 degree. 30 degree. Theta equal to 30 degree. Then what is the maximum height reached? Maximum height കണ്ടുപിടിക്കണം അല്ലേ? Maximum height കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? H is equal to u square sin square theta divided by 2g. അപ്പോൾ maximum height കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? H is equal to u square sin square theta divided by 2g. Then substitute here. What is the value of u? U equal to 20 meter per second. That is u square means 20 square into sin. Sin theta equal to how much? 30. Sin 30 square divided by 2 into g. G is what? Acceleration due to gravity. That's equal to 9.8. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? Maximum height 5.1 meter. Clear our question? Then move to next question. A ball is projected with a velocity 30 meter per second. Find the maximum range. അപ്പോൾ വീണ്ടും പ്രൊജക്റ്റിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ വെലോസിറ്റി ആണ് പറയുന്നത്. വെലോസിറ്റി ഈക്വൽ എത്രയാ? വെലോസിറ്റി ഈക്വൽ ടു
30 meter per second എന്നാണ്. Find the maximum range. Maximum range എന്നാണ്. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R equal to then U square sin 2 theta divided by G. റേഞ്ചിന്റെ ഇക്വേഷൻ ആണ് R equal to U square sin 2 theta by G എന്നാണ്. ഇവിടെ ചോദിച്ചത് ഫൈൻഡ് ദി മാക്സിമം. മാക്സിമം റേഞ്ച് എന്നാണ്. മാക്സിമം. അപ്പോൾ മാക്സിമം ആകുമ്പോൾ സൈൻ ഫംഗ്ഷൻ എന്താണോ മാക്സിമം ആണ് അല്ലേ? അപ്പോൾ സൈൻ ഫംഗ്ഷൻ മാക്സിമം ആകണമെങ്കിൽ sin 2 theta is equal to എന്താണ് 1 ആകണം. So theta equal to 45 ആവും. 45 into 2 90. So that's why sin 2 theta equal to 1. അത് കിട്ടും. അപ്പോൾ ഇക്വേഷൻ ആയിട്ട് മാറും മാക്സിമം റേഞ്ച് R maximum is equal to U square by G എന്നായി മാറും അല്ലേ? നമുക്ക് ഇക്വേഷൻ കിട്ടി R equal to U square by G. Then substitute here. What is the value of U? U is equal to 30 meter per second. 30 into 30 divided by G എന്താണ്? G is equal to 10 meter per second square is given. Then cancel this 0 and 0. Finally we can get R is equal to how much? R equal to 90 meter. Clear? Next question. A ball thrown by one player is scored by another player in 5 seconds. Then calculate the maximum height reached by the ball. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിൽ ബോൾ പോവുകയാണ്. സോ അതിന് പാത്ത് ഏത് പാത്തായിരിക്കാം? ഒബ്വിയസ്ലി അതൊരു പാരബോളിക് പാത്തായിരിക്കാം അല്ലേ? കർവായിരിക്കാം. ആ കർവിൽ ഇവിടെ ചോദിച്ചത് ഇസ് മൂവ്സ് ഇൻ 5 സെക്കൻഡ്. അപ്പോൾ ഒരു ബോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിൽ പോകുമ്പോൾ വാട്ട്സ് ദ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്. ഒറ്റ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളൂ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ബോൾ. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? H is equal to U square sin square theta by 2G എന്നാണ് മാക്സിമം ഹൈറ്റ്. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റിയോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഒന്നും തന്നിട്ടില്ല അല്ലേ? തന്നിരിക്കുന്ന ഒറ്റ വാല്യൂ മാത്രമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ദാറ്റ് ഈസ് T equal to how much? T equal to 5 seconds. What is the time of flight equation? Time of flight T is equal to 2U sin theta. 2U sin theta by G എന്നാണ്. 2U sin theta by G. ഇതിൽ T എത്ര? T is equal to 5 seconds. That is 5 equal to 2U sin theta by G. G is how much? G is equal to 10 meter per second square by 10. Then here 2 and 2 is cancelled here. It's become 5. U sin theta. Therefore, U sin theta is equal to, just cross multiply the term, U sin theta equal to 25. Let U sin theta U sin theta equal to how much? U sin theta equal to 25. Then substitute in place of U sin theta. In substitute here, E 25 substitute here. That is 25 square divided by 2 into 10. Then solve this one. Our last answer is 31.25 meter. Clear? Next question. The magnitude of the resultant of two vectors, vector P and vector Q, is given by R square is equal to P square plus Q square. What is the angle between vector P and vector Q? Vector P and vector Q തമ്മിൽ ആംഗിൾ എത്രയാണ് ചോദിച്ചിരുന്നത്. ഇവിടെ P യും Q രണ്ട് വെക്ടേഴ്സ് ആണ്. അവയുടെ റിസൾട്ടന്റ് ആണ് തന്നിരിക്കുന്നത്. ജനറലി നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ് ഇക്വേഷൻ? റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പം P യും Q യും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അവയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R is equal to, that is P square plus Q square plus 2PQ cos theta. ഇതാണ് ഫോർമുല. R is equal to root of P square plus Q square plus 2PQ cos theta. That ഇവിടെ കിട്ടിയിരുന്ന R square is equal to R square. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ എന്ത് കിട്ടും? R square is equal to റൂട്ട് അങ്ങ് പോകും. R square is equal to P square plus Q square plus 2PQ cos theta. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ R square is equal to P square plus Q square plus 2PQ cos theta. അപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണ്? R square is equal to P square plus Q square എന്നാണ്. ഇവിടെ മൂന്നാമത്തെ ടേം ഇല്ല. പക്ഷെ ആക്ച്വലി ഫോർമുല അനുസരിച്ച് എന്ത് വരുന്നുണ്ട്? മൂന്നാമത്തെ ടേം വരുന്നുണ്ട് അല്ലേ? മൂന്നാമത്തെ ടേം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും?
ഇത് 0 ആവാനേ ചാൻസ് ഉള്ളൂ. 0 ആയാൽ മാത്രമേ r square is equal to p square plus q square എന്ന് വരത്തുള്ളൂ. റൈറ്റ്. സോ 2pq cos θ equal to എന്താവണം? ഉറപ്പായിട്ടും 0 ആയിരിക്കണം. 2pq cos θ equal to 0. കണ്ടുപിടിക്കുക എന്താണ്? വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ p and q? p ക്കും q ക്കും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. സോ 2pq cos θ equal to 0. ഇതിൽ p യും q എന്തായിരിക്കത്തില്ല, ഒരിക്കലും 0 ആകത്തില്ല. ഏത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ? cos θ. therefore cos θ equal to 0. cos θ 0 ആണെങ്കിൽ obviously θ എന്താവണം? θ equal to 90 ഡിഗ്രി ആണ്. θ 90 ഡിഗ്രി ആയാൽ cos equal to 0 ആയി മാറും. cos 0 ആയാൽ ഈ ലാസ്റ്റ് ടേം എന്തായി മാറും? 0 ആയിട്ട് മാറും. So angle between vector p and vector q is equal to how much? 90 degree. Okay. Next question. Find the sum of two vectors. Vector a equal to 2ik plus 4jk and vector b equal to 3jk minus 2jk. അപ്പോൾ എയും ബി രണ്ട് വെക്ടേഴ്സ് തന്നിരിക്കുകയാണ്. ഇവയുടെ സം കണ്ടുപിടിക്കും. സം. അപ്പോൾ സം എളുപ്പമല്ലേ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി. സം എന്ന് വെച്ചാൽ കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. രണ്ട് വെക്ടേഴ്സും കൂടി പരസ്പരം ആഡ് ചെയ്യുക. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. വെക്ടർ എ ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? ഇവിടെ മാറ്റി എഴുതാം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വാട്ട് ഇസ് വെക്ടർ എ? 2i cap plus 4j cap. Then next is plus what is vector b? Vector b equal to 3i cap minus 2j cap. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ i to i എന്ത് ചെയ്യണം? പരസ്പരം ആഡ് ചെയ്യണം. സോ 2i cap ഉം 3j cap ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 5i cap. then 4j cap ഉം minus 2j cap ഉം. അപ്പോൾ 4 plus 4 ഉം minus 2 ആണ്. so plus 2j cap. The resultant of a plus b equal to what? 5ik plus 2jk. Right. Our next question. Give the expression to find the unit vector of a given vector. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് വെക്ടർ എക്സ്പ്രഷൻ എഴുതണം. യൂണിറ്റ് വെക്ടർ എന്താണെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് യൂണിറ്റ് വെക്ടർ? ദ വെക്ടർ ഹാവിംഗ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് റെപ്രസെന്റിംഗ് സ്പെസിഫൈഡ് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷനെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന വെക്ടറാണ് എന്ത് പറയുന്നത്? യൂണിറ്റ് വെക്ടർ. Write the expression for unit vector. How to write the unit vector expression? The unit vector of vector A can be denoted by, so this is a cap. A cap is equal to vector A divided by modulus of vector A. ഇതാണ് ഒരു യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല. Now what's the unit vector? A cap is equal to vector A divided by modulus of vector A. Second question, find the unit vector of vector A equal to 4i cap minus 4j cap plus k cap. ഈ വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് ഇവിടെ എന്ത് വേണം? മോഡുലസ് വേണം അല്ലേ? മോഡുലസ്. ഹൗ ടു ഫൈൻഡ് ദ മോഡുലസ്? മോഡുലസ് ഓഫ് വെക്ടർ എ. മോഡുലസ് ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കട്ടെ? റൂട്ട് ഓഫ് ഐ യുടെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് ദെൻ ജെ യുടെ കോഎഫിഷ്യന്റ് -4 എന്നാണ്. സോ -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് k യുടെ കോഎഫിഷ്യന്റ് അത് എത്രയാ? 1 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 plus 1 ദാറ്റ്സ് ഈക്വൽ ടു ഹൗ മച്ച്? 33. റൂട്ട് 33. This is modulus of vector A. Then substitute in place of this formula. A cap is equal to what is vector A? Vector A means തന്നിന്റെ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതിയാൽ മതി. വെക്ടർ A തന്നിന്റെ ക്വസ്റ്റ്യൻ ഇതാണ് 4i cap minus 4j cap plus k cap divided by modulus of vector A കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? റൂട്ട് 33. Say root 33. So this is our answer. Okay. ഓക്കെ, ഇതോടെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ മോഷൻ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, അത് അടുത്ത വരും കണ്ടിന്യൂസ് ആണ്.
ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്കഡ് റോഡ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ ഓൺ ഇസ് ടയർ ഇസ് ഗിവൺ ബൈ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഓഫ് കാർ അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കാർബൺ റോഡിൽ കൂടെ സേഫ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു മിനിമം വെലോസിറ്റി വേണം അല്ലേ? അപ്പോൾ വെലോസിറ്റി ഓഫ് എ ബാങ്കഡ് റോഡിന്റെ ഇക്വേഷൻ ആണ് മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി ഓഫ് എ ബാങ്കഡ് റോഡിന്റെ ഇക്വേഷൻ ആണ് വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ഇൻറ്റു ജി മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ the whole divided by 1 minus mu s tan theta. ഒരു ബാങ്കഡ് റോഡിലെ മാക്സിമം പോകുന്ന മാക്സിമം സ്പീഡ് ഫോർമുല എന്നാണ് വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇവിടെ ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് എന്നാണ്, റേഡിയസ്. ജി ഗ്രാവിറ്റി, മ്യൂ എസ് ദെൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദെൻ തീറ്റ ഇവിടെ പറയുന്ന ആംഗിൾ ഓഫ് റെപ്പോസ് എന്നാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ദ ഓപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്കഡ് റോഡ്. ഓപ്റ്റിമം സ്പീഡ്, ഈ ടിയർ ആൻഡ് വിയർ ഒന്നും ഇല്ലാണ്ട് മിനിമമായിട്ട് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്പീഡ് എത്ര ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ലെസ് ആണ് അല്ലേ? ഫ്രിക്ഷൻ ലെസ് ആകുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാവും മാറും? mu is equal to 0 ആണ് അല്ലേ? mu is 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ mu 0 എന്തായാലും മാറും v max. therefore our velocity becomes v max is equal to ഈ ടേം 0 ആയിട്ട് പോകും. this term is 0 and last term is also 0, right? ബാക്കിയുള്ളത് എന്താണ്? rg into tan theta divided by 1. so our answer is root of rg tan theta. so which option is correct? root rg tan theta, option first. Second question, the force required to produce an acceleration of 2 meter per square on a mass of 2 kilogram is. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ്, നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. then acceleration acceleration equal to 2 meter per second square. A equal to what? A equal to 2 meter per second square. acceleration is given. then mass is how much? mass of the body, that is m is equal to 2 kilogram. mass is 2 kilogram. acceleration is 2 meter per second square. then mass is equal to 2 kilogram. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്? force. how much force is required? what's the force equation? F is equal to Newton's second law. F is equal to what? F is equal to mass into acceleration. F is equal to ma, mass into acceleration. then substitute. mass is how much? mass is 2 kilogram. 2 into acceleration is how much? 2 into 2, that's equal to 4 newton. 4 newton. Our answer is 4 newton. So option is right answer, 4 newton. Then next question, two bodies of masses 4 kilogram and 5 kilogram are acted upon by the same force. ഇപ്പോൾ രണ്ട് ബോഡീസ് ആണ്, അവർക്ക് രണ്ട് മാസസ് ആണ്. ഫസ്റ്റ് മാസ് എത്രയാണ്? 4 കിലോഗ്രാം. രണ്ടാമത്തെ മാസം എത്രയാണ്? 5 കിലോഗ്രാം. 4 കിലോഗ്രാം ആൻഡ് 5 കിലോഗ്രാം. 4 കിലോഗ്രാം ആൻഡ് 5 കിലോഗ്രാം. അവയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് സെയിം ഫോഴ്സ് ആണ്, ഈക്വൽ ഫോഴ്സ് ആണ്. if the accelerations of the lighter body is 2 meter per second square. ഇവിടെ ലൈറ്റർ മാസ് ഉള്ള ബോഡിയുടെ ആക്സിലറേഷൻ എത്രയാണ്? 2 മീറ്റർ പെർ. എന്ന് വെച്ചാൽ ഈ 4 മാസ് ഉള്ള ബോഡിയുടെ ആക്സിലറേഷൻ എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ the accelerations of heavier bodies, ഈ heavier 5 കിലോഗ്രാമിന്റെ ആക്സിലറേഷൻ എന്തെന്നാണ് ചോദിക്കുന്നത്. what is the acceleration? അല്ലേ? അപ്പോൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫസ്റ്റ് ബോഡിയുടെ മാസ് m1 ആണ്, സെക്കൻഡ് ബോഡിയുടെ മാസ് എന്താക്കി എടുക്കാം? m2 ആക്കി എടുക്കാം. ഫസ്റ്റ് ബോഡിയുടെ മാസ് ദിസ് ഈസ് ടേക്കൺ ആസ് m1, ദിസ് ഈസ് m2. ഫസ്റ്റിന്റെ ആക്സിലറേഷൻ a1, ഇതിന്റെ ആക്സിലറേഷൻ എന്താക്കി എടുക്കാം? a2. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് F is equal to m1 a1, സെക്കൻഡ് ഫോഴ്സ് ആണെങ്കിൽ F is equal to m2 a2. ഇവിടെ നോക്കി രണ്ടിലും F എന്നായിട്ട് കാരണം എന്താണ്? സെയിം ഫോഴ്സ്. രണ്ടിന്റെയും ഫോഴ്സ് എന്തായിരിക്കും? സെയിം ഫോഴ്സ് ആണ്. F is equal to m1 a1, F is equal to m2 a2. so we can equate these two equation. equate ചെയ്യുമ്പോൾ എഴുതാം m1 a1 is equal to m2 a2. m1 a1 is equal to m2 a2. then substitute the values. what is the m1? m1 equal to 4 into then a1 is equal to 2 is equal to mass is m2 is 5 kilogram. 5 into acceleration a2. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് സെക്കൻഡ് ബോഡിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലേ? a2 കണ്ടുപിടിക്കണം. so solving this one, 4 into
2, that is 8. 8 equal to 5 into a square. From this, what is the acceleration? A2 is equal to 8 by 5. That's equal to 1.6, right? 1.6, right? Meter per second square. So accelerations of the second body is what? A2 is equal to 1.6 meter per second square. So this is our answer, option C. Next question. A bullet of mass 25 gram moving with a velocity of 200 centimeter per second is stopped within 5 centimeter of the target. The average resistance offered by the target is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബുള്ളറ്റിന്റെ മാസ് എത്രയാ? ബുള്ളറ്റിന്റെ മാസ് 25 ഗ്രാം ആണ്. മാസ് ഇസ് ഈക്വൽ ടു 25 ഗ്രാം അല്ലേ? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ CGS യൂണിറ്റ് എല്ലാം കൺവേർട്ട് ഇതിലോട്ട് ആക്കണം, SI സിസ്റ്റത്തിലോട്ട് ആക്കണം അല്ലേ? അപ്പോൾ ഗ്രാമിനെ കൺവേർട്ട് ചെയ്ത് SI സിസ്റ്റം ആക്കുന്നത് കിട്ടും 25 into 10 raised to minus 3 കിലോഗ്രാം അല്ലേ? -3 കിലോഗ്രാം. ഒന്നുകിൽ എന്ത് ചെയ്യുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 10 raised to minus 3 കൊടുത്താൽ മതി. രണ്ടാമത് എന്താണ് വെലോസിറ്റി ഈക്വൽ ടു V. വെലോസിറ്റി V is equal to 200 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 200 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ സെന്റിമീറ്ററിനെ കൺവേർട്ട് എന്തിലോട്ടാക്കണം? മീറ്ററിലോട്ടാക്കണം. ഒന്നിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 100 അല്ലെങ്കിൽ ഇൻറ്റു 10 raised to minus 2. അപ്പോൾ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? That is 2 ആണ് അല്ലേ? 0 കട്ട് ചെയ്ത് പോകും. That is 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ബിക്കം 2 meter per second. Then is stopped within 5 centimeter of the target. അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ഒരു ടാർഗറ്റിൽ ഒന്ന് ഹിറ്റ് ചെയ്യാണ്, ഒരു ബുള്ളറ്റിൽ നിന്ന് ഹിറ്റ് ചെയ്യാണ്. അത് ഹിറ്റ് ചെയ്തപ്പോൾ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയി, കുറച്ചു ദൂരം പോയി. ആ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത് എത്രയാ? 5 centimeter ഡിസ്റ്റൻസ്. S is equal to, or distance or displacement, this is equal to 5 centimeter. ഇതും സെന്റിമീറ്റർ ആ. കൺവേർട്ട് ചെയ്ത് എന്തിലോട്ട് ആക്കണം? മീറ്ററിലോട്ട് ആക്കണം. That's equal to 5 into 10 raised to minus 2 meter. അപ്പോൾ മൂന്ന് വേരിയൻസ് എന്തൊക്കെയാണ്? മാസ് is equal to 25 into 10 raised to minus 3 kilogram. Velocity equal to 2 meter per second. Then distance or displacement, that's equal to 5 into 10 raised to minus 2 meter. എന്താ കണ്ടുപിടിക്കേണ്ടത്? The average resistance offered by the target. ആവറേജ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആ ടാർഗറ്റിലൂടെ ഈ ഒരു ബുള്ളറ്റ് പെനിട്രേറ്റ് ചെയ്ത് കയറിയപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കണം. റെസിസ്റ്റീവ് ഫോഴ്സ് എന്താണ്? ഫോഴ്സിന്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to ma, mass into acceleration. നമുക്കിവിടെ മാസ് തന്ന ക്വസ്റ്റ്യൻ അറിയാം, m is equal to 25 ആണെന്ന് അറിയാം അല്ലേ? പക്ഷെ എന്തില്ല, ആക്സലറേഷൻ ഇരിപ്പില്ല. ആക്സലറേഷൻ കണ്ടുപിടിക്കണം ബൈ ഇക്വേഷൻസ് ഓഫ് മോഷൻ. v square is equal to u square minus 2as എന്ന ഫോർമുല യൂസ് ചെയ്യാം. ബൈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏത് ഫോർമുലയാണ്? v square is equal to u square minus 2as. ഇവിടെ v എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സലറേഷൻസ് ഓഫ് ദി ബോഡി, s ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആക്ച്വലി ഇവിടെ വരുന്നത് പ്ലസ് ആണ് വരുന്നത്, ഇവിടെ മൈനസ് ആയിട്ട്. കാരണം എന്താണ്? ഈ ഒരു ബുള്ളറ്റ് ആ ഒരു ടാർഗറ്റിൽ പെനിട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ വെലോസിറ്റി എന്താണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലേ? വെലോസിറ്റി കുറയാണെങ്കിൽ ആക്സലറേഷൻ കുറഞ്ഞു എന്നാ മീനിങ്. ആക്സലറേഷൻ കുറഞ്ഞാൽ നമ്മൾ അതിന്റെ പേര് പറയും, എന്താ പേര്? ഡീസലറേഷൻ അല്ലേ? ഡീസലറേഷൻ അല്ലെങ്കിൽ എന്ത് പറയും? റിട്ടാർഡേഷൻ എന്ന് പറയും. സോ ആക്സലറേഷൻ കുറയുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ഒരു നെഗറ്റീവ് സൈഡ് വന്നത്. സോ v square is equal to u square minus 2as. ഈ ഒരു ബുള്ളറ്റ് നോക്കിയോ, ഇതൊരു ടാർഗറ്റ് ആണ്. അപ്പോൾ ബുള്ളറ്റ് പെനിട്രേറ്റ് ഇങ്ങനെ പോയി, എത്ര ഡിസ്റ്റൻസ് പോയി? 5 സെന്റിമീറ്റർ അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് പോയി. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. s equal to 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായി പോയി? ഫൈനൽ വെലോസിറ്റി equal to 0. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി equal to how much is 2 meter per second. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 2 meter per second ആയിരുന്നു. ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, 5 സെന്റിമീറ്റർ അങ്ങോട്ട് പോയി. വാട്ട്സ് ദ ഫൈനൽ വെലോസിറ്റി? v equal to 0 അല്ലേ? അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് എഴുതാം? v square means final velocity, അത് എത്രയാണ്? 0 ആണ്. That is 0 is equal to u square initial velocity, that is 2 meter per second, that is 4. 2 square is 4 minus 2 into a into distance. What's the distance here? 5 centimeter. So 5 into 5 into 10 raised to minus 2. അപ്പോൾ ഇതിൽ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സലറേഷൻ വേണം. So this term taking left side and become positive. That is 2 into 5 become
10, right? That is 10a into 10 raised to minus 2 equal to 4. From this given formula, a is equal to, how to write, 4 by 10 into 10 square. ഈ 10 താഴെയും കൊണ്ടുവന്നു, ഇത് 10 raised to minus 2 താഴെ വരേണ്ടതാണ്, അതുകൊണ്ട് എടുത്തപ്പോൾ എന്തായി മാറി, പോസിറ്റീവ് ആയിട്ട് മാറി. So 4 by 10, that's equal to how much? That's equal to then 2 by 5 into 10 raised to minus 2. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വാല്യൂ എന്ത് ചെയ്യാം, ഇങ്ങോട്ടൊന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടും. ഫോഴ്സ് F is equal to എന്താണ് ഫോർമുല, F is equal to ma എന്നാണ്. F is equal to ma. What is mass? Mass is equal to this formula 25. F is equal to 25 into 10 raised to minus 3, right? Minus 3 mass into. Then acceleration into. What's the acceleration here? Acceleration is equal to, is correct? Okay. 2 by 5 into 10 raised to, not, this is plus, right? This is plus 2, this is also plus 2. 10 square is equal to, this 5 and 25 will cancel and it become 5. 5 into 2, 10. 10 into, so 10 into this 10 square, that become 1000. 1000 into 10 raised to minus 3. Then 1000 become 10 raised to plus 3 into 10 raised to minus 3. How much? That's equal to 1. What's the SI unit of this force? Force is equal to Newton. So answer is what? F is equal to 1 Newton. Clear ayo? So നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1 Newton. Okay, option A is correct answer. Okay, next question. Using Newton's second law of motion, derive the equations F equal to ma. ഇത് രണ്ടാം മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് എന്ത് ഡിറൈവ് ചെയ്യണം, F equal to ma എന്ന ഫോമിൽ ഡിറൈവ് ചെയ്യണം. അപ്പോൾ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, F is directly proportional to dp by dt. That means the rate of change of momentum is proportional to applied force. Like F proportional to dp by dt എന്നാണ്. ഈ പ്രൊപ്പോർഷണലിറ്റി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. F equal to F equal to K. K is a constant. K into ബാക്കിയുള്ള ടൈം എന്താണ്, dp by dt. അതുപോലെ തന്നെ എഴുതിക്കോ, dp by dt. For conveniently we can take K equal to 1 or unity. നമുക്ക് എന്താക്കി എടുക്കാം, സിമ്പിൾ ആക്കി എടുക്കാം. K equal to 1 ആക്കി എടുക്കാം. So അപ്പോൾ ഇക്വേഷൻ എന്താണ് മാറും, F is equal to what? dp by dt. F is equal to dp by dt. അപ്പോൾ ഈ ഫോർമുല ഒന്ന് ഓർമ്മിച്ച് ചെയ്യണം. F equal to dp by dt നമുക്ക് ആവശ്യമുള്ള ഫോർമുലയാണ്, റൈറ്റ്? ഇനി കണ്ടുപിടിക്കാൻ എന്താണ്, F equal to ma എന്ന റിലേഷൻ ആണ്. ഇനി മൊമെന്റത്തിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് മൊമെന്റം? മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, mv. മൊമെന്റം P is equal to what? Momentum P is equal to mass into velocity. Substitute this value in this equation. F is equal to ma എന്ന ഫോർമുല എന്ത് ചെയ്യണം, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That is F is equal to dp by dt. So this P is replaced by mv, that is equal to d by dt of m into v, mass into velocity. So here mass is a constant term, take outside, that is m into dv by dt. Our equation F is equal to what? F is equal to mass into dv by dt. This dv by dt means rate of change of velocity. What do you mean by rate of change of velocity? The rate of change of velocity is equal to acceleration. Acceleration formula. The rate of change of velocity is equal to what? Acceleration. A is equal to dv by dt. Then replace. This term is replaced by what? A. Therefore, F is equal to mass into, this term is become A. F is equal to ma. So this is Newton's second law of motion. Force is equal to mass into acceleration. Clear? Okay, next question. A large force acting for a short interval of time is called impulsive force. Like impulse in a definition of impulse I equal to force into small time. Like force acting on
The small force acting on the short interval of time is called impulse. I equal to F into dt. ഇവിടെ ചോദിച്ചിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിന്റെ SI യൂണിറ്റ് എന്താണ്? അങ്ങനെ കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ? ന്യൂട്ടൺ. Then ടൈമിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ്. What is the SI unit of this impulse? Newton second. അല്ലേ? SI unit is Newton second. അല്ലെങ്കിൽ പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതിന് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വന്നേ impulse equal to force into small time, small interval of time. That is force നമുക്ക് ഇങ്ങനെ എഴുതാം mass into acceleration. F equal to m അല്ലേ? ma into time dt. What is the SI unit of this mass? Mass is kilogram. Kilogram. Mass is what? Kilogram. Then acceleration SI unit എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. dt means small time. ടൈമിന്റെ SI unit എന്താണ്? സെക്കൻഡ് എന്നാണ്. ഇവിടുത്തെ സെക്കൻഡ് കട്ട് ചെയ്ത് പോകും. എന്ത് കിട്ടും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ another unit is what? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ന്യൂട്ടൺ സെക്കൻഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Two billiard balls, each of mass 0.05 kilogram, moving in opposite direction. ഇപ്പോൾ രണ്ട് ബോൾസ് വാട്ട്സ് മാസ് 0.05 വെയിറ്റ് ഉള്ള രണ്ട് ബോൾസ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് വരികയാണ്. വിത്ത് സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ് കൊളൈഡ്. അവിടെ വെലോസിറ്റി എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ്. Velocity of the board is equal to what? 6 meter per second. They are moving in opposite direction and rebound with the same speed. പരസ്പരം കൂട്ടിയിടിച്ചതിന് ശേഷം ഫസ്റ്റ് ബോൾ അല്ലേ? രണ്ടാമത്തെ ബോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുകയാണ്. രണ്ടും മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? സെയിം വെലോസിറ്റി ആണ്, 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആഫ്റ്റർ കൊളിഷൻ ദേ ആർ റീബൗണ്ട്സ്. തിരിച്ചു പോവുകയാണ് വിത്ത് സെയിം സ്പീഡ്. വെലോസിറ്റി ഒന്നും അവിടെ പോകുന്നില്ല, സെയിം വെലോസിറ്റി എന്ത് ചെയ്തു? റീബൗണ്ട്സ് ചെയ്ത് പോവുകയാണ്. വാട്ട് ഈസ് ദ ഇമ്പൾസ് imparted to each board due to other? അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ബോൾസിൽ ഇമ്പാർട്ട് ചെയ്ത ഇമ്പൾസിവ് ഫോഴ്സ് എന്ന് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഇമ്പൾസ്. ഇമ്പൾസിന്റെ മറ്റൊരു ഫോർമുലയാണ് ഇമ്പൾസ് ഈക്വൽ ടു വാട്ട്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. I is equal to ഡെൽറ്റ പി. ഓർമ്മിച്ച് വെച്ചാൽ മതി. വാട്ട്സ് ദ ഫോർമുല? ഇമ്പൾസും മൊമെന്റും റിലേഷൻ ആണ്. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. എന്താണ് മൊമെന്റിന്റെ ഫോർമുല? P equal to m എന്നാണല്ലേ? I equal to delta p means I is equal to final momentum minus initial momentum എന്നാണ്. അതാണ് നമുക്ക് എന്ത് പറയുന്നത്? ഡെൽറ്റ പി എഴുതുന്നത്. I is equal to final momentum minus initial momentum. ഈ രണ്ട് ടേമിൽ എന്ത് സെയിം ആണ്? മാസ് സെയിം ആണ്. മാസിന് പുറത്തെടുക്കാം. m into v minus u അല്ലേ? മാസ് into final velocity minus initial velocity എന്നാണ്. ഈ ഒരു കേസിൽ മാസ് എത്രയാണ്? മാസ് is equal to 0.05 into 10. വെലോസിറ്റി ഡിഫറൻസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. ഇവിടെ പറയുന്നത് രണ്ടിന് എന്താണ്? സെയിം വെലോസിറ്റി അല്ലേ? രണ്ട് കൂട്ടിയിടിക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കൂട്ടിയിടിച്ചതിന് ശേഷം അതേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് പറഞ്ഞ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റീബൗണ്ട് ചെയ്ത് പോകുന്ന വെലോസിറ്റി എത്രയാണ്? അതും 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. പക്ഷേ ദേ ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഡിഫറൻസ് ആകുന്നത് എന്ത് ചെയ്യാം? ഇവിടെ നെഗറ്റീവ്. സോ 6 മൈനസ് 6 രണ്ടും സെയിം സ്പീഡ് ആണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ നെഗറ്റീവ് ഹിയർ 6 മൈനസ് 6. ഈ മൈനസ് എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ജസ്റ്റ് മൾട്ടിപ്ലൈ ഹിയർ. ആൻസർ ബിക്കം വാട്ട്? 0.6 ന്യൂട്ടൺ സെക്കൻഡ്. Next question. Give the magnitude and directions of net force acting on. തന്നിരിക്കുന്നതിൽ net force magnitude direction, net force direction ഒക്കെ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ a drop of rain falling down with constant speed. ഒരു റെയിൻ ഡ്രോപ്പ് താഴോട്ട് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യണം. അതിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ഡയറക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പ് താഴോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴോട്ട് വരും. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? താഴോട്ട് വരും. വാട്ട്സ് നെറ്റ് ഫോഴ്സ്? അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. there is no force. കാരണം എന്താണ്? it moves with what? constant speed. അവിടെ എന്തുണ്ടാവുന്നില്ല? വെലോസിറ്റി ഡിഫറൻസ് ഇല്ല. വെലോസിറ്റി ചേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഇല്ല. ആക്സലറേഷൻ ഇല്ലെങ്കിൽ എന്തില്ല? ഫോഴ്സ് ഇല്ല. there is no force acting on, in this case F is equal to 0 because particles moves with a constant speed. constant speed ആയതുകൊണ്ട് there is no acceleration. that's why there is no net force. Second case, a kite skillfully held stationary in the sky. അപ്പോൾ സ്റ്റേഷനറി നിൽക്കുന്ന ഒരു പട്ടത്തിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ഏതാണ്? അപ്പോൾ സ്റ്റേഷനറി എന്ന് വാക്ക് ഓർക്കുന്നത് മനസ്സിലാവും. വെലോസിറ്റി ഇല്ല അല്ലേ? വെലോസിറ്റി ഇല്ലെങ്കിൽ അവിടെ ആക്സലറേഷൻ ഉണ്ടാകത്തില്ല. സോ there is no net force. Kite is stationary. Net force on the kite is also 0.
ആ ഒരു കേസിലും നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? Next question is, a passenger is standing in a bus tends to fall backward when the bus suddenly begins to move forward. Explain why. ഒരു ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് പാസഞ്ചേഴ്സ് പുറകോട്ട് തള്ളി പോകാൻ കാരണം എന്താണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ഡ്യൂ ടു വാട്ട്? ദിസ് ഇസ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ട്രസ്റ്റ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒക്കെ പഠിക്കുന്നുണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് റിസൾട്ടാണ്? ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ട്രസ്റ്റ്. ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ട്രസ്റ്റ് when the bus is suddenly the passenger, the upper part of the body moves, maintain the same position, and the lower part of the body moves in the forward position. That's why the person tends to fall backward. What are the ways to reduce friction between two surfaces? എങ്ങനെ നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം? വാട്ട് ഈസ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ മീൻസ് ഓപ്പോസിറ്റ് ഒരു മൂവ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്ത് വിളിക്കാതെ ഫ്രിക്ഷൻ എന്ന് പറയാം. ഈ ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാമെന്നാണ്. അപ്പം ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള രീതികളാണ്. ഒന്ന് എന്ത് ചെയ്യുക? ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ഓയിൽ ഓർ ലൂബ്രിക്കൻസ്. യൂസ് ബോൾ ബിയറിംഗ്സ് ആൻഡ് സ്ട്രീം ലൈനിങ്. ഇപ്പോൾ ബോൾ ബിയറിംഗ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് കൂടുതൽ ഷേപ്പുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കുകയാണെങ്കിൽ എയർ ഫ്രിക്ഷൻ ഒക്കെ അല്ലെങ്കിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 മെത്തേഡ്സ് ആണ്. അപ്ലൈ ഓയിൽ ഓർ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. യൂസ് ബോൾ ബിയറിംഗ്സ്. അതർവൈസ് സ്ട്രീം ലൈനിങ് മെത്തേഡ് വി ക്യാൻ റെഡ്യൂസ് ദി ഫ്രിക്ഷൻ. ഓക്കെ, നമുക്കിനി ഷോർട്ട് ബ്രേക്ക്. അതിനുശേഷം ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. A block is placed above a table. The frictional force acting on it. ഒരു ടേബിളിൽ ഒരു ബ്ലോക്ക് ഇരിക്കുകയാണ്. അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതാണ്? അപ്പോൾ ഫ്രിക്ഷനിൽ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, നോ ഫ്രിക്ഷൻ. അല്ലേ? അപ്പം ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കുമ്പോൾ ഒരു മോഷൻ എഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം. ദിസ് ഫ്രിക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 types. Friction is mainly classified into 2 types. The first one is static friction. ഇതാണ് static friction. The second type is kinetic friction. The 2 types of frictions are static and kinetic. This kinetic friction again classified in 2 types. One is called sliding friction. Another one is called rolling friction. Classifications of friction are frictions are classified in 2 types: static friction and kinetic friction. This kinetic friction again classified in 2 types: sliding and rolling. ഈ തന്നിരിക്കുന്ന ഈ 4 ഫ്രിക്ഷനിൽ സ്റ്റാറ്റിക്, സ്ലൈഡിംഗ്, റോളിംഗ്, ഈ 3 ഫ്രിക്ഷനിൽ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് സ്റ്റാറ്റിക്കിലാണ്. അല്ലേ? സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്പം കുറവായിരിക്കും.
റോളിംഗ് ആകുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എന്തായാലും വളരെ കുറവായിരിക്കും. സോ ഇതിന്റെ ഓർഡർ അനുസരിച്ച് എഴുതാം. സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഹൈ ഫ്രിക്ഷൻ ഇസ് ഗ്രേറ്റർ ദെൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. Then last one is what? Rolling friction. Static, sliding and rolling. അപ്പോൾ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. A block is placed above a table. The frictional force acting on ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ബ്ലോക്ക് ടേബിളിന് പുറത്തിരിക്കുകയാണ് അല്ലേ, മൂവ്മെന്റ് ഒന്നും ഇല്ല. അപ്പോൾ മൂവ്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തില്ല, അവിടെ ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. There is no friction. ഫ്രിക്ഷൻ വരുന്നില്ല. സപ്പോസ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതൊരു ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ ഏത് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും? That is അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ഏതായിരിക്കും? അത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. റോളിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇവിടെ സ്റ്റേഷനറി അല്ലേ, മൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് വെച്ചിരിക്കുകയാണ്. സോ there is no friction. Our option D is right choice. The next one is maximum value of static friction is called dash. Static friction maximum value പറയുന്ന പേര് എന്താണ്? 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. The maximum value of static friction is called what? Limiting friction. That is Fs max. Denote ചെയ്തിട്ടുള്ളതാണ് Fs max. Limiting friction. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? Fs max is equal to mu s into r. Mu s into r. What is mu s here? Coefficient of static friction. What is r here? R is called normal reaction. What is the equation? Fs max is equal to mu s into r. The maximum value of the static friction is called limiting friction. Next question. A machine gun fires bullets of mass 40 gram each with a speed of 1200 meter per second. The person can hold the gun with a maximum force of 144 Newton. What is the maximum number of bullets that can be fired per second from the gun? അപ്പോൾ ഒരു ബുള്ളറ്റിൽ നിന്ന് കുറേ ഒരു ഗണ്ണിൽ നിന്ന് കുറേ ബുള്ളറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്. ഓരോതിന്റെ മാസ് എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു 40 gram. Mass of the bullet that is equal to 40 gram. Convert this gram into what? Kilogram. 40 into 10 raised to minus 3 kilogram. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ 40 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടും ചെയ്യുന്നതാണ്. Then what is the speed of this bullet? That's u is equal to how much? The speed of the bullet u is equal to 1200 meter per second. Maximum force acting on this gun is what? 144. Maximum force is equal to 144 Newton. Maximum force is equal to 144 Newton. Our question is, what is the maximum number of bullet? അപ്പോൾ ആ ഒരു ഗണ്ണിൽ നിന്ന് പോകുന്ന മാക്സിമം നമ്പർ ഓഫ് ബുള്ളറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ഓഫ് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സോ നമ്പർ ഓഫ് ബുള്ളറ്റ്സ്, നമുക്ക് നമ്പർ ഓഫ് ടേം വരുമ്പോൾ എന്ത് ചെയ്യാം, ഒരു എൻ ഇവിടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു mv by dt, mass into velocity. Here n represent the number of bullets per second. ഇനി എന്ത് ചെയ്യാം, ഈ ഫോർമുലയ്ക്കകത്ത് f equal to n into mv divided by dt എന്ന ഫോർമുലയ്ക്കകത്ത് വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is the f? F is equal to how much? F is equal to 144. Substitute here. F is equal to 144 equal to n. n ആണ് കണ്ടുപിടിക്കാനുള്ളത്, n. Then n into mass. Mass is how much? Mass is equal to 40 into 10 raised to minus 3 എന്നാണ്. Substitute here. 40 into 10 raised to minus 3 into velocity. Velocity equal to 1200 divided by per second, that's time equal to 1. Then solve this one and finally we can get n is equal to how much? 3 bullets. ആ ഒരു ഗണ്ണിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ബുള്ളറ്റ്സിന് എത്രയാണ്? 3 bullets. റൈറ്റ്. ഓക്കെ, ഇതോടെ നമ്മുടെ ലവ്സ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്കും പ്രോബ്ലംസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ദെൻ അടുത്ത ടോപ്പിക്കാണ് വർക്ക്, എനർജി ആൻഡ് പവർ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ടു എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ അബവ് ദ ഗ്രൗണ്ട്. അപ്പം ഒരു 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബോഡി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തിയാണ്. വാട്ട്സ് ദ ഹൈറ്റ്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ദെൻ മാസ് m is equal to 10 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. ദെൻ ഹൈറ്റ് ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് h is equal to 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കുന്നതാണ് വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി. വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലേ? വർക്ക് ഡൺ, നമ്മൾ ഗ്രാവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്തപ്പോൾ അത് അനുഭവപ്പെടുന്ന വർക്ക് ഡൺ ഏത് എനർജിയാണ് സ്റ്റോർ ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യാം അല്ലേ? ദിസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വാട്ട്? പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഇക്വേഷൻ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? mgh എന്നാണ് അല്ലേ? വർക്ക് ഡൺ is equal to mgh. Then substitute the values. What is m here? M is equal to 10 kilogram. 10 into then g. You can take
10 meter per second square, that is 10 into, and height is also equal to 10. 10 into 10 into 10, that's equal to 1000 joule. Okay. Simple direct question ആണ്. Work done equal to what? 1000 joule. Next, 1 joule equal to dash. അപ്പം ജൂൾ എന്ന് പറയുന്ന ഇവിടുത്തെ എസ് ഐ സിസ്റ്റം ആണ്. വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ. സി ജി ഫോം എന്താണ്? എർഗ് എന്നാണ്. വാട്ട് ഈസ് 1 ജൂൾ ഈക്വൽ ടു ഹൗ മച്ച് എർഗ്? 1 ജൂൾ ഈക്വൽ ടു 10 റേസ് ടു -7 എർഗ് എന്നാണ്. -7. Then next question, force into velocity is called dash. Force into velocity. നമ്മൾ പവറിന്റെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. പവർ P is equal to what? Power equal to work by time. Power equal to work by time എന്നാണ്. So W equal to what is work? Work formula എന്താണ്? Force into displacement. Force into displacement by time. Force into displacement by time. This displacement by time. ഇതെന്താണ്? Displacement by time. Displacement by time is called velocity. Force into velocity. Right? Left side power തന്നെയാണ്. Power equal to. അപ്പോൾ ചോദിച്ചത് എന്താണ്? Force into velocity is called dash. Force into velocity എന്താണ്? ആൻസർ പവർ എന്നാണ്. So force into velocity equal to power. The next is dimensions of power is. പവറിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. ഇതാണ് പവറിന്റെ ഫോർമുല. വർക്ക് ബൈ ടൈം എന്നാണ് അല്ലേ? പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്കിന്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ടൈം എന്നാണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എൽ ഡിവൈഡ് ബൈ ടൈമിന്റെ എന്താണ്? ടി. ദാറ്റ്സ് ഈക്വൽ ടു എം ഇൻറ്റു എൽ സ്ക്വയർ. എൽ ഇൻറ്റു എൽ എന്താണ്? എൽ സ്ക്വയർ. ടി എന്ന് മോളിച്ചിരിക്കുമ്പോൾ എന്തായിട്ട് മാറും? ടി പവർ -3. So m l square t power -3. This is the dimensional formula of -3. M l square t power -3. This is the dimensional formula of power. Clear? Next is 1 HP equal to how much watt? HP means horsepower. 1 horsepower equal to 746 watt. Next question. A constant force of 200 Newton displaces a body through 5 meter in the direction of force. The work done on the body is. കണ്ടുപിടിക്കുന്ന വർക്ക് ഡൺ ആണ്. ഈ വർക്ക് ഡണ്ണിനെ കുറിച്ച് പറയുമ്പോൾ വർക്ക് ഡണ്ണിന്റെ ഫോഴ്സ് ജനറൽ ഫോം എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ FS cos θ എന്ന് പറയാം അല്ലേ? FS cos θ. FS cos θ. Then work done are classified 3 types. പോസിറ്റീവ് വർക്ക് എന്ന് പറയാം, നെഗറ്റീവ് വർക്ക് എന്ന് പറയാം, അതുപോലെ സീറോ വർക്ക് എന്ന് പറയാം. വർക്ക് പോസിറ്റീവ് ആകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, വർക്ക് പോസിറ്റീവ് ആകണമെങ്കിൽ ഫോഴ്സും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ആവണം സെയിം ഡയറക്ഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ടേംസ് F and S is equal to how much? 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് എഴുതാം? F into S into cos 0. What is value of cos 0? Cos 0 equal to 1. Therefore work done equal to Fs. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? This is called positive work. ഇതാണ് എന്ത് വിളിക്കുന്നത്? പോസിറ്റീവ് വർക്ക്. അപ്പോൾ പോസിറ്റീവ് വർക്ക് ആവണമെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ വരണം. സെയിം ഡയറക്ഷൻ ആയാൽ തീറ്റ എത്രയാവും? തീറ്റ ഈക്വൽ ടു 0. രണ്ടാമത്തെ കണ്ടീഷൻ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, ഫോഴ്സ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ എത്ര എഴുതാം? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, 180 ഡിഗ്രി, റൈറ്റ്? തീറ്റ ഈക്വൽ ടു 180. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തീറ്റ ഈക്വൽ ടു 180. Then substitute here. Theta is 180. What is cos 180? Cos 180 is -1. So our work done equal to W equal to minus F into S. So this work done is called negative. This is called negative work. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ്. തേർഡ് ടൈപ്പ് is ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഫോഴ്സ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. വാട്ട്സ് ആംഗിൾ? രണ്ടിനും തമ്മിൽ ആംഗിൾ എത്രയാണ്? 90 ആണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ആയാൽ വാട്ട്സ് ദ വർക്ക് ഡൺ? Cos 90. Substitute. Cos 90 is 0. Work done equal to 0. This is called zero work. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സീറോ വർക്ക് എന്ന് പറയാം. സീറോ വർക്ക്. അപ്പോൾ പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് വർക്ക് ആയാൽ തീറ്റ 0 ആയിരിക്കും, നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ തീറ്റ is 180 ഡിഗ്രി, ആൻഡ് സീറോ വർക്ക് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. കോൺസ്റ്റന്റ് ഓഫ് ഫോഴ്സ് is equal to how much? F is equal to 200 ന്യൂട്ടൺ ആണ്. F is equal to 200 ന്യൂട്ടൺ. Displaces a body through 5 meter in the directions of force. For displacement and force എന്നാണ് ഒരേ ഡയറക്ഷൻ ആണ്. So displacement S is equal to 5 meter. Both are in same direction. അങ്ങനെയാണെങ്കിൽ what is the work done? അപ്പോൾ പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ പോസിറ്റീവ് വർക്ക് ആകുമ്പോൾ എന്ത് എഴുതാം? Work done equal to force into displacement. Work equal to force into displacement. What is the value of force? Force is equal to how much? F is equal to 200 into displacement S is equal to 5 meter.
that is equal to 1000 joule. What's the work done equation? Work done equal to 1000 joule. Okay, 1000. Next is 1 kilowatt hour equal to dash joules. 1 kilowatt hour is equal to 3.6 into 10 power 6, right? 1, 2, 3, 4, 5, 6. 10 power 6 joule, right? 1 kilowatt hour equal to 3.6 into 10 power 6 joule. Right. The next is a collision. There are two types of collisions are there. One is elastic collisions and inelastic collision. Elastic collision എന്ന് വെച്ചാൽ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർഡ് ആണെങ്കിൽ അങ്ങനെയുള്ള collision നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റിക് collision. Both momentum and kinetic energies are conserved. Such collision is called elastic collision. Inelastic ആണെങ്കിൽ momentum is only conserved. Momentum മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസേർഡ് ആകുന്നുള്ളൂ. Kinetic energy is not conserved. Such collisions are called inelastic collision. ഇവിടെ ചോദിച്ചിട്ടുള്ള ഡെഫിനിഷൻ ആണ്. Define elastic collision. എന്താണ് elastic collision? The collisions which the momentum and kinetic energy of the systems are conserved is called elastic collision. അപ്പോൾ എന്ത് കൺസേർഡ് ആവണം ഇവിടെ? മൊമെന്റവും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കൺസേർഡ് ആണെങ്കിൽ such collision is called elastic collision. Clear? ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കണം. Elastic means momentum and kinetic energies are conserved. What is inelastic collision? Inelastic collision ആണെങ്കിൽ momentum is only conserved. Momentum of the system is conserved. Momentum എന്തായിരിക്കും? Conserved ആയിരിക്കും. But the kinetic energy of the system is not conserved. Kinetic energy എന്തല്ല? Conserved അല്ല. അങ്ങനെയുള്ള collision ഒക്കെ എന്ത് വിളിക്കാതെ? Inelastic collision. Okay, momentum is only conserved and kinetic energy is not conserved. That's so called inelastic collision. Okay. Next. Two bodies of masses m1 and m2 have the same linear momentum. അപ്പോൾ linear momentum എന്താണ്? സെയിം ആണ്. രണ്ട് ബോഡിക്കും സെയിം ലീനിയർ മൊമെന്റം ആണ്. ഫസ്റ്റ് ബോഡിയുടെ മാസ് m1 ആണ്, രണ്ടാമത്തെ ബോഡിയുടെ മാസ് m2 ആണ്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജി? അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവയുടെ കൈനറ്റിക് എനർജി തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള ഫോർമുലയാണ് കൈനറ്റിക് എനർജി is equal to p²/2m. അപ്പോൾ രണ്ട് മാസ് ഉണ്ട്. ഫസ്റ്റ് മാസ് m1, രണ്ടാമത്തെ മാസ് m2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മാസ് ബോഡിയുടെ കൈനറ്റിക് എനർജി എഴുതാം. Kinetic energy of the first body, kinetic energy is equal to then p²/2m1. അല്ലേ? ഇവിടെ p ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം മൊമെന്റം സെയിം ആണ്, സെയിം ലീനിയർ മൊമെന്റം സെയിം ആണ്. രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി എഴുതാം. Kinetic energy of the second body k2 is equal to എഴുതാം p²/2m2. 2m2. അപ്പോൾ രണ്ട് ബോഡിയുടെ കൈനറ്റിക് എനർജീസ് ആണ്. kinetic energy ഫസ്റ്റ് ബോഡി എത്രയാണ്? p²/2m1. സെക്കൻഡ് ബോഡി എത്രയാണ്? p²/2m2. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജീസ്? ഈ കൈനറ്റിക് എനർജീസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? then kinetic energy of the first body divided by kinetic energy of the second body is equal to, what's the kinetic energy of the first body? p² divided by 2m1 then divided by kinetic energy of the second body. ഇനി എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ. അപ്പോൾ ഇൻറ്റു എന്തെഴുതാം? 2m2 divided by p². 2m2 divided by p². ഇവിടുത്തെ p² കട്ട് ചെയ്ത് പോകും, 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്? m2/m1. The ratio of their kinetic energy is what? m2/m1. So this is our final answer. Clear? Next question. Write the work done in each of the following cases as 0, positive, negative. തന്നിരിക്കുന്നതിൽ 0 വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ഏതാണ് തിരിച്ചെഴുതണം. അപ്പോൾ ഫസ്റ്റ് കേസ് ഏതാണ്? വർക്ക് ആസ് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിന് സർക്കുലർ മോഷൻ അനുഭവപ്പെടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സിൽ അനുഭവപ്പെടുന്ന വർക്ക് ഏത് ടൈപ്പ് വർക്കാണ്? അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് ഇറ്റ് സെന്റർ, അല്ലേ? FC, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ഇറ്റ് സെന്റർ. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? ഈ ഒരു സർക്കുലർ മോഷനിൽ വെലോസിറ്റി ഡയറക്ഷൻ ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ഔട്ട്വേർഡ്സ്, പുറത്തോട്ടായിരിക്കും. V is outwards. അപ്പോൾ അതേ ഡയറക്ഷൻ എന്ത് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. കാരണം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്, അല്ലേ? അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷൻ ആയിരിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് ഇറ്റ് സെന്റർ. ഡിസ്പ്ലേസ്മെന്റ് ടാൻജൻഷ്യൽ ഔട്ട്വേർഡ്സ്. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ F and S? ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? θ ഈക്വൽ ടു 90. അല്ലേ?
തീറ്റ ഈക്വൽ 90 ഡിഗ്രി. നമ്മൾ ഫോർമുല അറിയാം. എന്താണ് വർക്കിന്റെ ഫോർമുല? വർക്ക് ഡൺ ഈക്വൽ ടു എഫ്എസ് കോസ് തീറ്റ എന്നാണ്. എഫ്എസ് കോസ് തീറ്റ. ഇവിടെ ആംഗിൾ എത്ര കിട്ടി? 90 കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ cos 90. What is the value of cos 90? Cos 90 equal to 0. So this work done is what? This is 0 work. അല്ലേ? ഇതെന്താ വർക്ക് ആയിരിക്കും? 0 വർക്ക് ആയിരിക്കും. Then രണ്ടാമത് നോക്കിക്കേ, work as done by friction. ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന വർക്ക്. ഫ്രിക്ഷൻ ഒക്കെ അറിയാം. ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നാൽ അതിന് എഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷൻ ആയിരിക്കും, ഫോഴ്സ് വേറൊരു ഡയറക്ഷൻ ആയിരിക്കും. But displacement and force രണ്ടും opposite direction. What's the angle? Theta equal to 180 degree. അല്ലേ? Theta 180. Substitute ചെയ്താൽ cos 180. What is the value of cos 180? Is -1. So this work done is negative. അപ്പോൾ എന്ത് വർക്ക് ആയിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. Work done by friction ഇതാണ് നെഗറ്റീവ് വർക്ക്. Okay. Then third one. Work was done by the gravitational force on a freely falling body. ഒരു ഫ്രീ ഫോൾ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഏത് ടൈപ്പ് വർക്കാണ്? ഫ്രീ ഫോൾ മീൻസ് falling freely, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് അവിടെ ആയിരിക്കും. falling freely, displacement is along downward direction. What is the direction of gravitational force? Fg. Gravitational force Fg. Gravitational force is also acting in downward direction. But displacement ഉം ഫോഴ്സും സെയിം ഡയറക്ഷൻ ആണ്, അല്ലേ? ഒരേ ഡയറക്ഷൻ ആണ്. സോ രണ്ടും ഒരേ ഡയറക്ഷൻ. What is the angle between F and S is equal to 0. What is cos 0? Cos 0 is 1. So this work done is positive. This work ആയിരിക്കും, ഇത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. Then last one is work was done by the applied force in lifting object. Applied force in lifting object. ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, small object, the force is acting upward direction. This is applied force. Effect applied force. What is the direction of displacement? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ലിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടായിരിക്കും? മുകളോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ആൾസോ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താണ്? സെയിം ഡയറക്ഷൻ ആണ്, ഒരേ ഡയറക്ഷൻ ആണ്. രണ്ടും ഒരേ ഡയറക്ഷൻ. വാട്ട്സ് ആംഗിൾ ബിറ്റ്വീൻ F and S? F and S equal to 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Fs cos 0. Cos 0 is what? 1. That is here work done is also positive. അപ്പോൾ രണ്ട് കേസിലും വർക്ക് ഡൺ പോസിറ്റീവ്. ഫസ്റ്റ് കേസിൽ 0, സെക്കൻഡ് കേസിൽ എന്താണ്? നെഗറ്റീവ്. ക്ലിയർ? Then 0, negative, positive, positive. Right. Then next is Ramesh lift a body of mass m to a height h near the surface of Earth in a time t. Draw the force displacement graph. അപ്പം എർത്തിന്റെ സർഫസിൽ നിന്ന് രമേശ് ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യണം, ഉയർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കണക്ട് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കണം. ഒരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോഴ്സ് മാറുന്നില്ല, ഫോഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? മുകളോട്ട് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ടിങ്, അതിന്റെ വാല്യൂ എപ്പോഴും റിമെയിൻസ് കോൺസ്റ്റന്റ്. നോക്കിയേ, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഏതൊക്കെ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ടേക്കിംഗ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് S is in meter is taking in x axis and force is in y axis. ഡിസ്പ്ലേസ്മെന്റ് എക്സിലും ഫോഴ്സ് y ആക്സിലും എടുത്താൽ നമുക്ക് ഗ്രാഫിനെ വരയ്ക്കാം. ഈ ഒരു കേസിൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടായിരിക്കും. കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് മാറുന്നില്ല, എന്ത് മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ വേരി ആകുന്നുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതനുസരിച്ച് ഫോഴ്സ് എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ഗ്രാഫ് കിട്ടും, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പോൾ എങ്ങനത്തെ ഗ്രാഫാണ് കിട്ടുന്നത്? ദി ഗ്രാഫ് വിച്ച് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്. റൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രാഫ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ ഏരിയ ആണെങ്കിൽ വാട്ട് ക്വാണ്ടിറ്റി ഡസ് A/T ഇൻഡിക്കേറ്റ്? A/T എന്ന ക്വാണ്ടിറ്റി എന്താണ്? അപ്പോൾ എ മീൻസ് ഏരിയ ഓഫ് ദി ഗ്രാഫ്, അല്ലേ? ഈ ഒരു ഗ്രാഫിന്റെ എ എടുക്കുകയാണെങ്കിൽ ദ ഏരിയ അണ്ടർ ദിസ് കർവ്, ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിലെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദ കർവ് ഇസ് ഈക്വൽ ടു, അത് ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇസ് ഈക്വൽ ടു വർക്ക് ആണ്. ഏത് ക്വാണ്ടിറ്റിയാ? വർക്ക്. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിലെ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ അണ്ടർ ദ കർവ് വെച്ചിട്ടാണ് ദാറ്റ്സ് ഈക്വൽ ടു വർക്ക് ഡൺ. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും. ഓക്കേ, then ഏരിയ അണ്ടർ ദ ഗ്രാഫ് ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു വാട്ട്? വർക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ക്വാണ്ടിറ്റി ഡസ് A/T ഇൻഡിക്കേറ്റ്? A/T ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്.
എ എന്താണ് ഏരിയ അല്ലെ ഏരിയ ഈക്വൽ ടു എന്താണ് എഴുതി വർക്ക് വർക്ക് ബൈ ടൈം എന്താണ് ഏരിയ ബൈ ടി എന്ന് കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ഈസ് ഈക്വൽ ടു വർക്ക് then t time work by time is equal to what power അല്ലേ അപ്പോൾ a by t എന്ന് കൊണ്ട് ഏതാണ് is equal to power okay next question Raju increased the speed of moving mass 50 kg from 2 meter per second to 4 meter per second അപ്പം speed of the mass is varies from 2 meter per second to 4 meter per second mass is what mass is equal to 50 kg അങ്ങനെയാണെങ്കിൽ how much force will be required എത്ര ഫോഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം if velocity change takes place within 0.2 second അപ്പോൾ ഫോഴ്സ് അല്ലേ ഇത്രയും വെലോസിറ്റി ചേഞ്ച് ആകും 0.2 സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ force is equal to mass into acceleration ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് എന്താണ് ഇക്വേഷൻ F is equal to mass into acceleration acceleration the formula എന്താണ് acceleration A is equal to change in velocity by time v minus u by t final velocity minus initial velocity by time എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ acceleration ഇന്ന് റീപ്ലേസ് ചെയ്യാം this equation equal to m into v minus u by t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mass what's the mass mass is equal to 50 kilogram mass ന് എന്ത് കൊടുക്കാം 50 റീപ്ലേസ് ചെയ്യാം 50 into v minus u final velocity minus initial velocity v ഇവിടെ എന്താണ് v is equal final velocity equal to 4 meter per second initial velocity equal to 2 meter per second what's the time equal to 0.2 second substitute all these values that is 4 minus 2 divided by 0.2 then simplify this one we can get force is equal to how much 500 newton clear second part how much work is done by Raju അങ്ങനെയാണെങ്കിൽ നടക്കുന്ന വർക്ക് എന്താണ് കണ്ടുപിടിക്കണം അല്ലേ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വർക്ക് നടക്കുന്നുണ്ട് സോ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം അനുസരിച്ച് വർക്ക് ഡൺ ടോട്ടൽ വർക്ക് ഡൺ ആക്ടിംഗ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ഇതാണ് വർക്ക് എനർജി തിയറം പറയുന്നത് ടോട്ടൽ വർക്ക് acting on the body is equal to change in kinetic energy of the body that is work done equal to what's the change in kinetic energy final kinetic energy minus initial kinetic energy അല്ലേ അപ്പോൾ kinetic energy ഫോർമുല ആണ് final kf minus k final minus initial what is final that's equal to half m v square minus half m u square ആണ് kinetic energy formula final kinetic energy is equal to half m v square initial ആണെങ്കിലോ half m u square ഈ രണ്ട് ടേം കോമൺ ആയിട്ട് എന്തെങ്കിലും മാസ് is common half into m into v square minus u square അല്ലേ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും half into m മാസ് എത്രയാണ് 50 ആണ് അല്ലേ മാസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ മാസ് is equal to 50 half into m mass is equal to how much 50 into v square minus u square final velocity minus initial velocity final velocity എത്രയാ 4 square right final velocity is 4 and initial is 2 so 4 square minus 2 square that's equal to final answer is what 300 joule okay simple calculations കൊടുത്താൽ മതി നമുക്ക് എന്ത് കിട്ടും last equation the work done is equal to how much work done is equal to 300 joule next question is force and displacement vector is given us അപ്പോൾ force ന്റെയും displacement വെക്ടർ ഫോം തന്നിട്ടുണ്ട് അല്ലേ force ന്റെ വെക്ടർ എന്താണ് വെക്ടർ F is equal to 3ik plus 4jk minus 5k and the displacement vector is 5ik plus 4jk plus 3kk അങ്ങനെയാണെങ്കിൽ find work done എന്താ കണ്ടുപിടിക്കേണ്ടത് വർക്ക് കണ്ടുപിടിക്കണം അപ്പോൾ വർക്കിന്റെ ഫോർമുല in vector notation what is work is equal to vector F dot vector D അല്ലേ വർക്കിന്റെ ഫോർമുല എന്താണ് work is equal to vector F dot vector D then equal to substitute what is vector F is equal to this value that is 3 i cap then plus 4 j cap minus 5 k cap dot with the vector D what is vector D 5 i cap plus 4 j cap plus 3 k cap നിങ്ങൾ ഡോട്ട് എടുത്താൽ മതിയാവും ആൻസർ കിട്ടും i dot i എന്താണ് ഒന്നാണ് j dot j എന്താണ് ഒന്നാണ് k dot k എന്താണ് ഒന്നാണ് ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിലോ ആണെങ്കിൽ 0 ആയിരിക്കും അല്ലേ i dot j equal to 0 അല്ലേ j dot k എന്താ 0 ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും സെയിം യൂണിറ്റ് വെക്ടേഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് എന്താണ് ഈക്വൽ ടു 1 ആണ് അങ്ങനെയാണെങ്കിൽ ഈ 3 i cap ഉം 5 i cap ഉം ഡോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും i dot i അത് ഒന്നാണ്
3 into 5, that's equal to 15. 15 plus 15 is equal to 15, then plus 4j cap and 4j cap. എന്നിട്ട് ഡോട്ട് എടുക്കുമ്പോൾ j dot j is 1, 4 into 4 16, then minus 5k cap plus 3k cap. അവിടെ ഒരു മൈനസ് വരുന്നുണ്ട്, മൈനസ് എഴുതാം. 5 into 3, that's equal to 15, then plus 15 minus 15 cancel. Our last answer is 16. Work done equal to what? 16. Dot product of F and D. F and D W is equal to work done equal to 16 joule. And unit എന്താണ്? Joule എന്നാണ് അല്ലേ? So our answer is what? 16 joule. The next is second question is state the condition under which a force does not work. Work done നടക്കാത്ത കണ്ടീഷൻ ഇതാണ്. There are two conditions for zero work. Zero work നടത്തുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട്. വർക്കിന്റെ ഫോർമുല എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F into S into cos theta എന്നാണല്ലേ? cos theta. അപ്പോൾ വർക്ക് ഡൺ സീറോ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. എപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുന്നുവോ, ഡിസ്പ്ലേസ്മെന്റ് എപ്പോൾ സീറോ ആകുന്നുവോ അപ്പോൾ വർക്ക് എന്തായി മാറും? സീറോ ആയിട്ട് മാറും അല്ലേ? F into S, S സീറോ ആയാൽ ടോട്ടൽ ആയിട്ട് എന്തായി മാറും? സീറോ ആയിട്ട് മാറും. W equal to zero. ഫസ്റ്റ് കണ്ടീഷൻ. Second condition, force and displacement are perpendicular to each other. Force and displacement perpendicular ആയാൽ force ഒരു ഡയറക്ഷൻ, displacement perpendicular. What's the angle? Theta equal to 90. Then substitute the cos 90. What is cos 90? 0 ആണ് അല്ലേ? cos 90 0. അപ്പോൾ വർക്ക് എന്തായി മാറും? 0 ആയിട്ട് മാറും. വർക്ക് 0 ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്താവണം? പെർപെൻഡിക്കുലർ ആവണം. ക്ലിയർ? The next is an object is dropped from a height h as shown below. ഇതൊരു ഡെറിവേഷൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. How the mechanical energy is conserved എന്ന രീതിക്ക് ചോദിക്കും. സോ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കണം. സോ ഇമ്പോർട്ടന്റ് ആണ്. ഷോ ദാറ്റ് ടോട്ടൽ എനർജി, ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി ആണ് കേട്ടോ. ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് at the points A, B, C. നമുക്കത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്, സി എന്ന പോയിന്റ്, ഈ മൂന്ന് പോയിന്റിലും ടോട്ടൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് നോക്കാം ഇത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് ഈസ് ഹൗ മച്ച്? ടോട്ടൽ ഹൈറ്റ് ഈക്വൽ ടു h. അപ്പോൾ h ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് താഴോട്ട് വരികയാണ് അല്ലേ? ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് എ. അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് ബി എന്ന പോയിന്റ്. ബിയിൽ നിന്ന് തൊട്ട് താഴെ സി എന്ന പോയിന്റ്. ഈ സി എന്ന പോയിന്റ് ആക്ച്വലി ദിസ് ഈസ് നോട്ട് ദ പോയിന്റ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെ പോയിന്റ് അല്ല, ജസ്റ്റ് എബോവ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ തൊട്ട് മുന്നേയുള്ള പോയിന്റ് ആണ് സി എന്ന പോയിന്റ്. അപ്പോൾ മൂന്ന് പോയിന്റ് പറയുന്നത് എ, ബി, സി. അപ്പോൾ എ തൊട്ട് ഗ്രൗണ്ടിൽ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? h ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? h ആണ്. ദെൻ ബി ടു സി, ബി തൊട്ട് സി വരെ ഡിസ്റ്റൻസ് എത്രയാണ്? സ്മോൾ h ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി? ടോട്ടൽ ഡിസ്റ്റൻസ് h ആണ്, ബി ടു സി സ്മോൾ h ആണ്. ദ റിമൈനിങ് ഡിസ്റ്റൻസ് എ ടു ബി ഈസ് വാട്ട്? ടോട്ടൽ ഹൈറ്റിൽ നിന്ന് സ്മോൾ ഹൈറ്റ് സബ്ട്രാക്ട് ചെയ്യാം. സോ h മൈനസ് h. ഇനി ഓരോ പോയിന്റിൽ എന്ത് കൺസിഡർ ആണ് നോക്കണം? ഈ ഒരു ടോട്ടൽ എനർജി കൺസിഡർ ആണ് നോക്കണം. സോ ഫസ്റ്റ് പോയിന്റ്, അറ്റ് ദി ഫസ്റ്റ് പോയിന്റ് എ എന്ന പോയിന്റ്. അപ്പോൾ എ എന്ന പോയിന്റ് നമുക്ക് എടുക്കുമ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് വാട്ട് ഇസ് ഇനിഷ്യൽ വെലോസിറ്റി? ഇനിഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു വാട്ട്? 0. അത് മൂവിംഗ് അല്ല, റെസ്റ്റിലാണ്. സ്റ്റാർട്ടിംഗ് 0 ആയതുകൊണ്ട് അവിടെ എന്ത് കാണത്തില്ല? There is no kinetic energy. So we can directly write kinetic energy of the object equal to 0 because velocity u equal to 0. The initial state ആണ്, റെസ്റ്റിലായിരിക്കും അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. So velocity is equal to 0. That's why there is no kinetic energy. That's equal to 0. Then മാത്രമല്ല പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഹൈറ്റിന് മുകളിലാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നത് അല്ലേ? ഹൈറ്റ് എത്രയാണ്? h. അപ്പോൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല? പൊട്ടൻഷ്യൽ എനർജി is equal to mgh ആണ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ mgh. ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ക്യാപിറ്റൽ h എന്നാണ്. സോ പൊട്ടൻഷ്യൽ എനർജി is equal to mg into capital H. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി equal to mg into capital H ആണ്. വാട്ട്സ് ദ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി is equal to sum of kinetic energy and potential energy. ഈ രണ്ട് എനർജി കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. What is kinetic energy? That's equal to 0. 0 plus then equal to 0 plus what? mgh. mgh that's equal to mgh. This is our first equation. Total energy is equal to mgh. അപ്പോൾ a എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ എനർജി എത്രയാണ്? mgh ആണ്. ഇനി ഇതുപോലെ രണ്ടാമത്തെ പോയിന്റ് ആണ് b എന്ന പോയിന്റ്. b എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. റൈറ്റ്? സോ നമ്മൾ ഫിഗർ നോക്കാം.
അപ്പൊ ഇനിഷ്യലി വെലോസിറ്റി 0 ആയിരുന്നു, താഴോട്ട് വരുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി മാറുന്നുണ്ട്. ബിയിലോട്ട് എത്തുമ്പോൾ വെലോസിറ്റി ഉണ്ടാവും അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയിൽ നിന്ന് ബിയിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു by equations of motion v square is equal to u square plus 2as. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് v square is equal to u square plus 2as. അപ്പോൾ ഓപ്പോസിറ്റ് എവിടെ ഇരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് 0 ആണ്, താഴോട്ട് ഇങ്ങനെ മൂവ് വരുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u എന്താണ്? 0 ആണ്. അപ്പോൾ a എന്ന പോയിന്റ് ആയിരിക്കും, this is a, this is b. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u 0 ആണ്, b യിലോട്ട് എത്തുമ്പോൾ വെലോസിറ്റി എന്തല്ല? 0 അല്ല. ആ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. v square is equal to u square plus 2as. ഈ ഇക്വേഷൻ u equal to എന്താക്കി എടുക്കണം? 0 ആക്കി എടുക്കുക. a equal to g. കാരണം ഇത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് അല്ലേ. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. a is equal to what? Acceleration due to gravity, g. a is replaced by g. Then what is the height here? Height കണ്ടുപിടിക്കണം അല്ലേ. What's the height? a യിൽ നിന്ന് b യിലോട്ട് എത്തുമ്പോൾ what's the height here? Capital H minus small h. അതൊന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ആയിട്ട് മാറും. So v square is equal to 0 square. U is what? U is equal to 0. 0 plus 2 into a is replaced by g. G into what is this? H minus h. That is v square is equal to 2g into h minus h. When we written v square, our v1 square is equal to what? v1 square is equal to 2g into h minus h. ഈ വാല്യൂ എന്ത് ചെയ്യണം? ഇവിടെ റീപ്ലേസ് ചെയ്യണം കൈൻഡ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. That is kinetic energy is equal to half v1 square എന്നാണ് അല്ലേ. Substitute here. That is kinetic energy is equal to half into m into b1 square. What is b1 square? This value. That is 2g into h minus h. ഇവിടുത്തെ 2 കട്ട് ചെയ്ത് പോകും, ബാക്കി എന്ത് കിട്ടും? mg into h minus h. So this is kinetic energy. Kinetic energy is equal to what? Kinetic energy is equal to mg into h minus h. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി. ബി എന്ന് പറഞ്ഞ പോയിന്റ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ പോയിന്റ് ഹൈറ്റ് ഈസ് h, സ്മോൾ h എന്നാണ്. വാട്ട്സ് ദ പൊട്ടൻഷ്യൽ എനർജി ഫോർമുല? mg h എന്നാണ്. സോ ഹൈറ്റ് ഈസ് വാട്ട്? അത് സ്മോൾ h എന്നാണ്. സോ വി കൻ ഡയറക്ട്ലി റൈറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg h. അവിടെ ഒരു ചേഞ്ചും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു mg h. അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു. അങ്ങനെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. വാട്ട്സ് ദ ഫോർമുല? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് potential energy, then substitute. What's kinetic energy? mg into this formula, mg into h minus h plus potential energy. What is potential energy? mg h. Then open with bracket. This open cheya. mg into this h. And കിട്ടും mg into capital H. Then central minus ആണ്. mg into small h. mg into small h. Then plus mgh. mg into okay. mg into which is small h. ഇവിടുത്തെ മൈനസ് എം ജി എച്ചും പ്ലസ് എം ജി എച്ച് കട്ട് ചെയ്ത് പോകും, ബാക്കി എന്ത് മാത്രമേ കാണത്തുള്ളൂ? എം ജി ക്യാപിറ്റൽ എച്ച്. സോ ദിസ് ഈസ് ലാസ്റ്റ് ഇക്വേഷൻ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു വാട്ട്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ടോട്ടൽ എനർജി ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ രണ്ട് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതൊക്കെ പോയിന്റ് ആണ്? ഫസ്റ്റ് പോയിന്റ് എ എന്ന പോയിന്റ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. സെക്കൻഡ് പോയിന്റ് ബി എന്ന പോയിന്റ് ടോട്ടൽ എനർജി എത്രയാണ്? അതും എന്ത് കിട്ടി? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. അങ്ങനെയാണെങ്കിൽ തേർഡ് പോയിന്റ് സി എന്ന പോയിന്റ് എവിടുത്തെ പോയിന്റ് ആണ്? സി എന്ന പോയിന്റ് ഗ്രൗണ്ട് ലെവലിൽ തൊട്ട് മുന്നേ ഒരു പോയിന്റ് ആണ് അല്ലേ. അപ്പൊ ആ പോയിന്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്നത് അവിടെ എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും വേണം. അപ്പൊ സി എന്ന പോയിന്റ് ഗ്രൗണ്ടിൽ തൊട്ട് മുന്നേ ആയിരിക്കുന്നത്. അപ്പം അവിടെ ഹൈറ്റ് ഉണ്ടോ? ഓക്കെ, ഫ്രം ദ ഡയഗ്രാം ജസ്റ്റ് അബൌവ് ദ ഗ്രൗണ്ട് എന്നാണ്. സോ ദർ ഇസ് നോ ഹൈറ്റ്. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് കാണത്തില്ല? പൊട്ടൻഷ്യൽ എനർജി കാണത്തില്ല. സോ ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി. പക്ഷേ കൈനറ്റിക് എനർജി 0 ആവും? ഇല്ല, കാരണം അത് ഫോളോ ചെയ്ത് വരികയാണ്, മൂവിംഗ് ആണ്. മൂവിംഗ് ആയതുകൊണ്ട് എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. എന്താണ് ഫോർമുല? ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ബൈ ഇക്വേഷൻസ് ഓഫ് മോഷൻ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം ആണ്. വാട്ട് ഇസ് u? ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 0. അതിന് ക്യാൻസൽ ചെയ്ത് പോകും. v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into a is replaced by gravity, 2g into s is what? Then this s is replaced by ഡയഗ്രാം നോക്കിക്കേ. ഫ്രം ദ ഡയഗ്രാം ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് താഴെ എത്തുകയാണ്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? ടോട്ടൽ ഹൈറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ
H. So we can substitute this S is replaced by total H. So this is our V square. This V square is substitute here. What substitute here? But substitute here, kinetic energy is equal to half mv square, not half into m. M into V square. What is V square? Into 2gh. 2gh. Where the 2 cut here. So kinetic energy is equal to mgh. So this is the value of kinetic energy. So this is our formula. Kinetic energy. So potential energy കിട്ടി, kinetic energy കിട്ടി. അങ്ങനെയെങ്കിൽ what's the total energy? Total energy is equal to sum of kinetic energy and potential energy. Substitute here. Then mgh plus 0 that's equal to mgh. അപ്പോൾ നമ്മൾ 3 പോയിന്റ് നോക്കി എ ബി സി. ഈ 3 പോയിന്റിലും ടോട്ടൽ എനർജി എന്താ കിട്ടിയേ? നോക്കിയേ. എ എന്ന പോയിന്റിൽ ടോട്ടൽ എനർജി is equal to mgh ആണ്. ബി എന്ന പോയിന്റിലെ ടോട്ടൽ എനർജി എത്രയാണ്? അതും mgh ആണ്. സി എന്ന പോയിന്റ് ടോട്ടൽ എനർജി എത്രയാണ്? അതും mgh ആണ്. അപ്പോൾ എ ബി സി എന്ന 3 പോയിന്റിലും ടോട്ടൽ എനർജി എപ്പോഴും എന്താണ്? സെയിം ആയിരിക്കും. സോ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് ഓൾ ദീസ് 3 പോയിന്റ്സ്. അപ്പോൾ 3 പോയിന്റ് എന്ത് കൺസേർവ്ഡ് ആയിരിക്കും? മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കേ. സോ വെരി ഇമ്പോർട്ടന്റ് ദിസ് question. Study very well. The next is a man tries to lift a mass 200 kilogram with a force 100 Newton. Is he doing work? Explain. ഇപ്പോൾ ഒരാൾ 200 kilogram weight ഉള്ള ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യണം. വാട്ട്സ് ദ ഫോഴ്സ് ഹിയർ? ഹി ഈസ് അപ്ലൈയിങ് 100 Newton. അപ്പോൾ അത്രയും ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു. നമുക്കറിയാം ഡയറക്റ്റ്ലി എന്ത് എഴുതാം? ഇറ്റ് ഈസ് നോ അല്ലേ? നമുക്ക് ഡയറക്റ്റ്ലി എന്താ പറയാം? No work is done because there is no displacement. 100 Newton force is insufficient to rise 200 kilogram. അപ്പോൾ 200 kilogram ആയ ഒബ്ജക്റ്റിനെ ഇത്രയും 100 Newton ഉപയോഗിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് there is no work. അവിടെ എന്ത് നടക്കുന്നില്ല? ഒരു വർക്ക് നടക്കുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, if yes, find the amount of work done. If yes ആണോ? അല്ല, ഇത് no ആണ്. If it is no ആണെങ്കിൽ find the force required to lift it. അത് ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് എത്രത്തോളം വേണമെന്ന് കണ്ടുപിടിക്കണം. The force required to lift is what? F is equal to mg. Gravitational force only. Gravitational force is acting downwards. അതുകൊണ്ട് ആ ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. So F is equal to m into g. Mass into gravity. What is mass? Mass of the object is 200. Is given, right? Directly is can write. Mass is equal to 200. 200 into g. G is can take 9.8. Just multiply. Our answer is 1960 Newton. Clear? This much force is required for lift an object. Next is, if it is lifted to 2 meter in 10 seconds, find power. അപ്പോൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ 2 meter 10 second കൊണ്ട് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ how much power is required? പവർ കണ്ടുപിടിക്കണം. എന്താണ് പവറിന്റെ ഫോർമുല? പവർ is equal to work by time ആണ് അല്ലേ? പവർ is equal to what's the formula? Power P is equal to work by time. Work by time. ഈ ഇവിടെ നടക്കുന്ന വർക്ക് എങ്ങനെയുള്ള വർക്കാണ്? ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് താഴോട്ടായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. സോ ദിസ് വർക്ക് ഈസ് റീപ്ലേസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ എനർജി ഈസ് വാട്ട്? mgh by time. Then substitute the value of mass and gravity and height. What's the value of mass? Mass is equal to 200. Then height is how much? Height is equal to 2 meter. That is 200 into g is 9.8. That's into 2 meter. That is divided by what's the time? Time is 10 seconds. Substitute 10 seconds. Then solve this one and finally we get 392 watt. Power is equal to 392. Just write the formula and substitute. So it's a direct question. Then a motor pump can fill water in a tank of 40 meter cube at a height of 5 meter from the ground in 30 minutes. Find the power required for this process. So ഒരു ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര വോളിയമുള്ള ടാങ്കാണ്? 40 മീറ്റർ ക്യൂബ് വോളിയമുള്ള ടാങ്കാണ്. ഹൈറ്റ് എത്രയാണ് ടാങ്കിന്റെ? 5 മീറ്റർ ആണ്. ദെൻ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 5 മീറ്റർ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. വാട്ട്സ് ദ ടൈം? 30 മിനിറ്റ്സ് കൊണ്ട് ഫിൽ ചെയ്യാൻ ആവശ്യമായ പവർ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ പവർ റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ്. ഇപ്പോൾ പവറിന്റെ ഫോർമുല ആർട്ടായിരിക്കും? പവർ ഇസ് ഈക്വൽ ടു വാട്ട്? വർക്ക് ബൈ ടൈം എന്നാണ് അല്ലേ? അപ്പം ദിസ് വർക്ക് ഈസ് ഓൾവേസ് സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് എനർജി. അപ്പോൾ വാട്ടർ ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ്. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് എനർജി. ദാറ്റ് എനർജി ഈസ് കോൾഡ് kinetic or potential. That is called obviously this is a potential energy. That is mgh. Mgh by time. Time is t. Then substitute the value. Mass into gravity into height divided by time എന്നാണ്. Our question mass is not
given directly. Mass is not given. Volume is given. Volume is equal to 40 meter cube. Then height is equal to 5 meter. Then time t is equal to 30 minutes. 30 minutes. So meter second load convert. 30 into 1 minute is equal to how many seconds? 60. So 60 seconds. Then next is density of water is given. Density is equal to 1000 kilogram meter cube. So ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വോളിയം, ഹൈറ്റ്, then ടൈം പറയുന്നുണ്ട്, ഡെൻസിറ്റി പറയുന്നുണ്ട്. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ എന്ത് തന്നിട്ടില്ല, മാസ് തന്നിട്ടില്ല. അപ്പോൾ മാസിനെ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻസിറ്റിയുടെ ഫോർമുല എഴുതുക. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. ഡെൻസിറ്റി ഈക്വൽ ടു വാട്ട്, മാസ് ബൈ വോളിയം. ഫ്രം ദ ഗിവൺ ഫോർമുല വാട്ട് ഈസ് മാസ്, മാസ് ഈസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ മാസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഓക്കെ. ഇവിടെ നോക്കി മാസ് ഇസ് റീപ്ലേസ് ബൈ വാട്ട്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ബാക്കി റിമൈനിങ് ടൈം എന്തൊക്കെയാണ്, ജി ഇൻറ്റു ഹൈറ്റ് ഡിവൈഡ് ബൈ ടൈം. ഫോർമുല കിട്ടിയിട്ടുണ്ട്. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. so വോളിയം is equal to 40. വോളിയം is 40 into then density of water is how much, density of water is 1000 ആണ്. then 1000 into gravity 9.8 into height എത്രയാണ്, height is equal to 5 meter എന്ന് പറയുന്നുണ്ട്. then time is equal to 3 into 60 second, 30 into 60 second. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, 111.11 വാട്ട് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട്, ടേക്ക് ദ 3 decimal on the left side. Our answer become power equal to what, 1.1 kilowatt. ഇതാണ് നമ്മുടെ ആ 3 ചാപ്റ്റേഴ്സിൻ്റെയും ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. ഇത് ഈ ചാപ്റ്റേഴ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നോക്കിയിട്ടുള്ള എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, +1 ഇംപ്രൂവ്മെന്റ് എക്സാം വരെയാണല്ലേ? ടെൻഷൻ ഉണ്ടോ? എന്നാൽ ഇനി അത് വേണ്ട. നിങ്ങളുടെ +1 പരീക്ഷ എളുപ്പമാക്കുവാൻ നിങ്ങളോടൊപ്പമുണ്ട് സ്പാർക്ക് ബോധി. +1 ഒരു വിഷയത്തിന്റെ മുഴുവൻ പാഠഭാഗങ്ങളും വെറും 4 മണിക്കൂറുകൾ കൊണ്ട്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദ്യ മാതൃകകൾ. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എളുപ്പമാക്കുവാൻ 15 മുതൽ 23 തീയതി വരെ സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഒരു ഉത്തമ വഴികാട്ടി സ്പാർക്ക് ബോധി മാരത്തോൺ.